ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഗ്രാമർ പാർട്ട്, വൊക്കാബുലറി പാർട്ടിലെ ലാസ്റ്റ് ആക്ടിവിറ്റി പാർട്ടിലോട്ട് കിടക്കാം. ഇത് വരുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഗ്രാമർ പാർട്ട് തന്നെയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും പഠിക്കാറുള്ളതാണ് സബോർഡിനേറ്റ് ക്ലോസും അതുപോലെ മെയിൻ ക്ലോസ്, രണ്ട് ക്ലോസുകൾ വെച്ചിട്ടുള്ള ഒരുപാട് ഗ്രാമറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ മുറിച്ച് വളരെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ആയിട്ട് പഠിപ്പിക്കുന്നത്. അതിലൊരു പാർട്ടായിട്ടാണ് ഇത് വരുന്നത്. നോക്കാം, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും അല്ലെ. ഒരു വലിയ സെന്റൻസ് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ടാവും. അതാണ് ഈ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഇനി ഇവിടെ പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. Read the sentence given below. Mumbai is a city that bustles with the activities. അല്ലെ, ഇത് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. മുംബൈ എന്ന് പറഞ്ഞ ഒരു സിറ്റി വളരെ റഷ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അല്ലെ, ഡെയിലി പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ റഷ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, മുംബൈ ഈസ് എ സിറ്റി, അത് പെർഫെക്റ്റ് ആണ് അല്ലെ. അതിൽ നിങ്ങൾക്ക് കറക്റ്റ്, മുംബൈ എന്ന് പറഞ്ഞത് എന്താണ്? ഒരു സിറ്റിയാണ് അല്ലെ, ഒരു വലിയ സിറ്റിയാണ് അല്ലെ. മുംബൈ ഈസ് എ സിറ്റി, അത് പെർഫെക്റ്റ് ആണ് അല്ലെ. അതിന് ഒരുപാട് ഇങ്ങോട്ട് കൂട്ടില്ലെങ്കിലോ കുറച്ചില്ലെങ്കിലോ ഒന്നും നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാവാത്ത പ്രശ്നമല്ല, അതൊരു പെർഫെക്റ്റ് സെന്റൻസ് ആണ്. പക്ഷേ ദാറ്റ് ബസിൽസ് വിത്ത് ആക്ടിവിറ്റീസ് അല്ലെ, ആക്ടിവിറ്റീസുമായിട്ട് അത് ബസിൽസ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ് എന്നുള്ളത് എന്തല്ല, കംപ്ലീറ്റ് അല്ല. എങ്ങനെ കംപ്ലീറ്റ് അല്ല? മുംബൈ ഈസ് എ സിറ്റി എന്ന് പറയുന്ന ആ മെയിൻ ക്ലോസ് ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് അല്ല. ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് അല്ല, ഇതൊരു സപ്പോർട്ടിങ് ആണ്. ഇത് മറ്റവന് ചാരി നിൽക്കാണ് അല്ലെ. ഈ ചാരിൽ പോയി കഴിഞ്ഞാൽ ഇയാൾ അങ്ങ് വീഴും, അറിയുന്ന പോലെ അല്ലെ. മെയിൻ ആയിട്ടുള്ള ആളെങ്ങനെ ചാരി നിൽക്കുകയാണ്. ഇത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ചാരുന്ന ആളില്ലെങ്കിൽ ഇതിനെന്താണ് മീനിങ് ഇല്ലാതെ ഇത് വീയും പറയുന്ന പോലെ ഇതിന് പെർഫെക്റ്റ് ആയിട്ട് മീനിങ് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ആണ് ഈ ഒരു സെന്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. Then I must have been the only passenger on that flight who was happy with the turbulence. അല്ലെ, എന്താണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ ഒരു പാസഞ്ചേഴ്സിന്റെ ഇടയിൽ ആ ഒരു ടെർബുലൻസ്, ആ ഇളക്കത്തിൽ ഹാപ്പി ആയിട്ടുള്ള ഒരേ ഒരു പാസഞ്ചർ ഞാനായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് രണ്ട് സെന്റൻസ് കാണാം. ദാറ്റ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ കൊണ്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു കാണാം. ഇനി നോക്കാം, ക്യാൻ യു സ്പ്ലിറ്റ് ദ അബോവ് സെന്റൻസ് ഇൻടു ടു ക്ലോസസ്? നിങ്ങൾക്ക് അത് രണ്ടാക്കിയിട്ട് തിരിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. തിരിച്ചിട്ടുണ്ട്, നോക്കാം മക്കളെ. മുംബൈ ഈസ് എ സിറ്റി, ഇതാ അതൊരു വേർഡായിട്ട് ഒരു സെന്റൻസ് ആയിട്ട് തിരിച്ചു. അതിനെ മെയിൻ ക്ലോസ് എന്ന് പറയും. ദാറ്റ് ബസിൽസ് വിത്ത് ദ ആക്ടിവിറ്റീസ്, അത് രണ്ടാമത്തെ പാർട്ടായിട്ട് തിരിച്ചു. അതിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഇത്ര മാത്രം ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. ഒരു സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും അതിനെ റിലേറ്റ് ചെയ്ത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. അവരെ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിക്കാൻ അതിന്റെ സെന്ററിൽ ഇവിടെ ദാറ്റ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ, അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു കൺജക്ഷൻസ് ആയിട്ടാണ്, കൺജക്ഷൻ ആയിട്ടുള്ള ഒരു ദാറ്റ് ആണ് യൂസ് ചെയ്യുക. ദാറ്റ് മാത്രമല്ല എപ്പോഴും യൂസ് ചെയ്യുക, ഇനിയും ഒരുപാട് വേർഡുകൾ വരാനുണ്ട് കേട്ടോ. അപ്പോ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഒരു മെയിൻ ക്ലോസ്, ഒരു സബോർഡിനേറ്റ്, അവരെ കണക്ട് ചെയ്യുന്ന ഒരു ദാറ്റും അല്ലെ. ഇത്രയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ദെൻ നൗ ട്രൈ ടു സ്പ്ലിറ്റ് ദ സെക്കൻഡ് സെന്റൻസ് അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ സെക്കൻഡ് സെന്റൻസിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഐ മസ്റ്റ് ഹാവ് ബീൻ ഓൺലി ദ പാസഞ്ചർ ഓൺ ദ ഫ്ലൈറ്റ് അല്ലെ, അതൊരു മെയിൻ ക്ലോസ് ആണ്. ഹു വാസ് ഹാപ്പി വിത്ത് ദ ടർബുലൻസ്, അത് സബോർഡിനേറ്റ് ക്ലോസും ആണ് കേട്ടോ. നോക്കാം, ക്യാൻ ദ ഇറ്റാലിയൻസ് ദ വേർഡ്സ് ഇൻ ദ അബോവ് സെന്റൻസ് കൺസിഡർ ദ പ്രോണോൺ വൈ അല്ലെ. അതിന് നിങ്ങൾ പ്രോണോൺ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ടോ? വൈ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദീസ് വേർഡ്സ് ഇൻ അബോവ് സെന്റൻസ് അല്ലെ. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ റിലേറ്റീവ് ക്ലോസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലുക്ക് അറ്റ് ദ സെക്കൻഡ് സെന്റൻസ്. Once again, I must have only the passenger on that flight who was happy with the turbulence അല്ലെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം മക്കളെ. ഇവിടെ വേറെയും കുറച്ച് വേർഡ്സ് ഉണ്ട്. വിച്ച്, ദാറ്റ്, ഹൂ, ഹൂം, ഹൂസ്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സബോർഡിനേറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡുകളാണ് കേട്ടോ. നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലനേഷൻ പാർട്ടിലോട്ട് കിടക്കാം. ഹൂ ഇസ് എ റിലേറ്റീവ് പ്രോണോൺ അല്ലെ. അവിടെ ഹൂ ആരാണ്? എവിടെയാണ് ഹൂ? ദാ ഇവിടെ ഹൂ ആരാണ്? ഒരു റിലേറ്റീവ് പ്രോണോൺ ആണെന്നാണ് പറയുന്നത്. ഇസ് ദ അബോവ് സെന്റൻസ് ബിക്കോസ് ഇറ്റ് ഇൻട്രൊഡ്യൂസ് എ റിലേറ്റീവ് ക്ലോസ് ദാറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോണോൺ ഐ ഇൻ ദ മെയിൻ ക്ലോസ്. എന്തുകൊണ്ടാണ് അതൊരു റിലേറ്റീവ് ക്ലോസ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പ്രോണോൺ എന്ന് പറയുന്നത് കേട്ടോ. റിലേറ്റീവ് ക്ലോസ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ക്ലോസ് അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് പ്രോണോൺ എന്ന് ഹൂവിനെ പറയാൻ കാരണം അത് മെയിൻ ക്ലോസിലായിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള
ഐനെ കുറിച്ച് എന്ത് ചെയ്യാണ്, നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് തരികയാണ് അല്ലെ. അപ്പോ അതിന്റെ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാൻ കാരണം അത് അടുത്ത ഒരു സബോർഡിനേറ്റ് ക്ലോസിൽ റിലേറ്റീവ് ക്ലോസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന പ്രോസസ് എന്താണ്, മെയിൻ ക്ലോസിൽ കിടക്കുന്ന നമ്മുടെ മെയിൻ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്യുന്നത്. റിലേറ്റീവ് ക്ലോസ് ഇസ് എ സബോർഡിനേറ്റ് ക്ലോസ്. ഒരു റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സ്വാഭാവികമാണ്, ഞാൻ പറഞ്ഞല്ലോ സബോർഡിനേറ്റ് ക്ലോസ് എന്താ നിങ്ങൾക്ക് അറിയാലോ. മെയിൻ ക്ലോസിനെ തൊട്ട് ചാരി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ക്ലോസിനാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. വിച്ച് സ്പെസിഫൈ, അതെന്താണ് നമുക്ക് നൽകുന്നത്, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് എ പേഴ്സൺ ഓർ തിങ് മെൻഷൻഡ് ഇൻ ദ മെയിൻ ക്ലോസ്. ക്ലിയർ. മെയിൻ ക്ലോസിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ആവട്ടെ, ഒരു വ്യക്തി ആവട്ടെ, എന്തുമാവട്ടെ, മെയിൻ ക്ലോസിലുള്ള സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരില്ല, എക്സ്ട്രാ ഇൻഫർമേഷൻ നമുക്ക് തരാനാണ് ഈ പറഞ്ഞ സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റീവ് ക്ലോസ് ആയിട്ടുള്ള വേർഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഒരിക്കൽ കൂടെ പറയാം. റിലേറ്റീവ് ക്ലോസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മെയിൻ ക്ലോസിൽ നമ്മൾ വന്നിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള വസ്തു എന്തോ ആവട്ടെ, അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരികയാണ് അല്ലെ. ഒരു ദാറ്റോ ഹൂവോ എന്താ വെച്ച വിച്ച് ഹൂസ് ഹൂം ഈ ഒരു വേർഡ് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് തരികയാണ്, ഇൻഫർമേഷൻസ്, കൂടുതൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നോക്കാം. റീഡ് ദ സെന്റൻസ് ഗിവൻ ബിലോ. ഐ ഹാവ് എ ഫ്രണ്ട് ഹു സ്പീക്സ് 4 ലാംഗ്വേജസ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്ത് കഴിയും, 4 ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയും അല്ലെ. ഇവിടെ ഐ ഹാവ് എ ഫ്രണ്ട്, ആ ഫ്രണ്ടിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ഇനി ആ വ്യക്തിക്കുള്ള ഒരു കഴിവ്, അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ തരികയാണ്. എന്താണ്, ഹി സ്പീക്സ് 4 ലാംഗ്വേജ്, അവന് 4 ലാംഗ്വേജ് യൂസ് ചെയ്യാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇവിടെ ഹൂവിന്റെ പർപ്പസ് എന്തായി മക്കളെ, കൂടുതൽ ഇൻഫർമേഷൻ തരികയാണ് മുമ്പിലിരിക്കുന്ന വ്യക്തിയെ കുറിച്ച്. ഓക്കെ, അപ്പൊ ഈ റിലേറ്റീവ് ക്ലോസ് ഇവിടെ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് തന്നു. ദിസ് ഈസ് ദ ഹൗസ് ഇൻ വിച്ച് എ ഗ്രൂ അപ്പ്. അല്ലെ, ഈ ഒരു വീട്ടിലാണ് ഞാൻ വളർന്നു വന്നത്. ഇവിടെ വിച്ച് കണ്ടോ. ഓക്കെ, ഐ നോട്ടീസ് ദ ലേഡി ഹു ഹാഡ് ബീൻ എക്സ്പ്ലൈനിങ് ഫാമിലി പൊളിറ്റിക്സ് ടു ദ മാൻ. അല്ലെ, ആ ലേഡി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഫാമിലി പൊളിറ്റിക്സ് ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഹു യൂസ് ചെയ്തു, കൂടുതൽ ഇൻഫർമേഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? Do the relative clauses in the above sentence give essential information, only additional information about the noun that describe? അല്ലെ, നിങ്ങളോട് ചോദിക്കുകയാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ള നൗണിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണോ നിങ്ങൾക്ക് റിലേറ്റീവ് ക്ലോസ് തരുന്നത് എന്നാണ് ചോദിക്കുന്നത്. വി യൂസ് ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസസ്. അല്ലെ, ഇവിടെ എത്തുന്നതോടുകൂടി മക്കളെ ഈ റിലേറ്റീവ് ക്ലോസിനെ നമ്മൾ 2ആയിട്ട് തിരിക്കുകയാണ്. റിലേറ്റീവ് ക്ലോസ് എന്താ നമ്മൾ പറഞ്ഞു അല്ലെ. റിലേറ്റീവ് ക്ലോസ് എന്താ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, മെയിൻ ക്ലോസിലുള്ള നൗണോ സബ്ജക്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തിയോ വസ്തു എന്താവട്ടെ അതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഹൂ, വേർ, വിച്ച്, ഹൂം എന്നൊക്കെ പറയുന്ന, ദാറ്റ് എന്നൊക്കെ പറയുന്ന റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, അപ്പൊ റിലേറ്റീവ് ക്ലോസ് എന്താന്ന് പറഞ്ഞു. ഇനി റിലേറ്റീവ് ക്ലോസ് നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, അതിലൊന്നാണ് ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസും അതുപോലെ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസും ആയിട്ട് 2ആയിട്ട് തിരിക്കും. ഓക്കെ, അപ്പൊ റിലേറ്റീവ് ക്ലോസ് നമ്മൾ 2ആയിട്ട് തിരിക്കും. അതിലൊന്നാണ് ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസും മറ്റൊന്നാണ് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസും അല്ലെ. അതെന്താണെന്നുള്ള ആദ്യം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം, എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ പാസേജ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്താ പറയാ, അതിലിപ്പോ ഒരു ആനന്ദാണെങ്കിൽ ആനന്ദ്. ഓക്കെ, നൗണ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, അതിലുണ്ടാവുന്ന എന്ത് വസ്തുവാണോ ആ വസ്തു, അതിനെ കുറിച്ച് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും, അതിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരാം. വളരെ ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും തരാം. അതിനുശേഷം വീണ്ടും ഒരു കോമ ഇടാം. ഓക്കെ, വീണ്ടും ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ഇൻഫർമേഷൻസ്, ആവശ്യമല്ലാത്ത ഇൻഫർമേഷൻ, നമുക്കത് കളഞ്ഞാലും ഒഴിവാക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ തരികയാണ് അല്ലെ. അങ്ങനെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തരുന്നതിനാണ് എന്ത് പറയുന്നത് എന്നറിയോ, നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇതാ ഇവിടെ ജസ്റ്റ് ഞാനൊന്ന് വരച്ച് കാണിക്കാം.
ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടാവും, ആരും ആവട്ടെ. ഇപ്പൊ ഒരു ആനന്ദ് പറയുന്ന വ്യക്തി, ഓക്കെ, ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബാങ്ക് മാനേജർ ആണ്, അല്ലെ, ഒരു ബാങ്ക് മാനേജർ ആയിരുന്നു. എന്നിട്ട് ഇവിടെ കൊടുക്കുകയാണ് അദ്ദേഹം ഇപ്പൊ എന്തായി, അദ്ദേഹത്തിന് ഒരു 10-45 അദ്ദേഹത്തിന് ഒരു 85 വയസ്സായിട്ടുണ്ട്. ഓക്കെ, ഒരു ആനന്ദ് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് 85 വയസ്സായിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൊടുക്കുകയാണ് അദ്ദേഹം റിട്ടയർഡ് ലൈഫിന് ശേഷം ഇപ്പോൾ ട്രാവലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് മതി. 85 വയസ്സായ ഒരു വ്യക്തി എവിടെയായാലും വർക്ക് ചെയ്യില്ല, നമുക്കറിയാം അല്ലെ, എന്തായാലും റിട്ടയർഡ് ആയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് കളഞ്ഞാലും നമുക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഡിഫൈനിങ് ക്ലോസ് വരും. അതിനുശേഷമാണ് ഈ നോൺ ഡിഫൈനിങ് ക്ലോസ്. നോൺ ഡിഫൈനിങ് ക്ലോസ് ആണ് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആണ്. ഇതിനെ കുറിച്ചുള്ള ആവശ്യത്തിനുള്ള മെയിൻ ഇൻഫർമേഷൻസ് ആണ് എന്ത് വരാ, ഡിഫൈനിങ് ക്ലോസിൽ ഉണ്ടാവും. എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആണ് നോൺ ഡിഫൈനിങ് ക്ലോസിൽ ഉണ്ടാവുക. ഇത്രയുമാണ് മെയിൻ കാര്യം. ഇനി നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. We use defining relative clause to give essential informations. അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് അല്ലെ. എസെൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് തരുന്നത്. about someone or something in order to point out who what is being referred to അല്ലെ. എന്താണോ ആവശ്യമുള്ളത് അതിനെ കുറിച്ച് ഈ പറഞ്ഞ പോലെ വ്യക്തിയോ എന്തോ ആവട്ടെ അവരെ കുറിച്ചുള്ള എസെൻഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നതിനാണ് ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. എസെൻഷ്യൽ ഇൻഫർമേഷൻസ് തരുന്നതിനാണ് ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ a defined relative clause usually comes in immediately after noun. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? ഇതാ, ഞാൻ ഇവിടെയല്ല ഡിഫൈനിങ് ക്ലോസ് പറഞ്ഞത്, ഇവിടെയാണ് ഡിഫൈനിങ് ക്ലോസ് പറഞ്ഞത്. ഓക്കെ, ഡിഫൈനിങ് ക്ലോസ് നമുക്ക് എവിടെ കാണും? ഈ കാണുന്ന നൗണിന് ഇവിടെ നൗൺ ഉണ്ടാവും അല്ലെ, സബ്ജക്റ്റ് ഉണ്ടാവും. ഈ നൗണിന് തൊട്ട് ബേക്കിലായിട്ട് നമുക്ക് ഡിഫൈനിങ് കാണാൻ പറ്റും. അതിനുശേഷമാണ് ഈ നോൺ ഡിഫൈനിങ് വരുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോ ഒരു നൗണിന് തൊട്ട് ബേക്കിലായിട്ട് ഡിഫൈനിങ് വരും. അത് മാത്രമല്ല വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഡിഫൈനിങ് ക്ലോസ് തരുക. ഈ 2 പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം കേട്ടോ. ഡിഫൈനിങ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നൗണിന് തൊട്ട് ബേക്കിലായിട്ട് വരും. അത് മാത്രമല്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഡിഫൈനിങ് ക്ലോസിൽ വരിക. ക്ലിയർ? ഇനി നോക്കാം. അരുൺ who is tired now spend a lot of time with his grandchildren. ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ കാണുന്നില്ലേ? നോക്കി മക്കളെ, ഇതാ ഇവിടെ ഇതാക്കുന്ന അരുൺ എന്ന് പറയുന്ന ആ നൗണ് വന്നു. ക്ലിയർ? അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഇവിടെ എന്തുണ്ട്? റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്തിട്ടുണ്ട്. who is tired now. അവിടെ കോമ ഇട്ടു, നിങ്ങൾ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇത് അദ്ദേഹം എന്താണ് ഇപ്പോ? റിട്ടയർഡ് ആണ് അല്ലെ. അപ്പൊ ഇതെന്താണ് മക്കളെ? ഇത് ഡിഫൈനിങ് ക്ലോസ് ആണ്. ഇത് അത്യാവശ്യമാണ്. അയാൾ റിട്ടയർഡ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല, അത്യാവശ്യമാണ്. അത് ഡിഫൈനിങ് ക്ലോസ് ആണ്. ഇനി അതിനുശേഷം ഒരു കോമ ഇട്ടിട്ട് വീണ്ടും തുടങ്ങാണ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് ഹിസ് ഗ്രാൻഡ് ചിൽഡ്രൻസ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ചിൽഡ്രൻസിന്റെ കൂടെ സമയം ചെലവഴിക്കും. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. റിട്ടയർഡ് ആയ ആള് സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് ചിൽഡ്രൻസിനോട് സമയം ചെലവഴിക്കാനും ഉണ്ടാവും, സമയം ചെലവഴിക്കുകയും ചെയ്യും. ഓക്കെ, അതൊരു എക്സ്ട്രാ ഓവർ ആണ് കേട്ടോ, എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ്. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? അദ്ദേഹത്തെ കുറിച്ച് അത്യാവശ്യം വേണ്ട അദ്ദേഹം റിട്ടയർഡ് ആണെന്നുള്ളതാണ്. റിട്ടയർഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഗസ്റ്റ് അടിക്കാൻ, വീട്ടിലെ വർക്ക് ചെയ്യാൻ സഹായിക്കും, മക്കളെ നോക്കാൻ സഹായിക്കും, എല്ലാത്തിനും സഹായിക്കും അല്ലെ. അപ്പൊ ഇത് എന്താണ്? എക്സ്ട്രാ ഇൻഫർമേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ എക്സ്ട്രാ ഇൻഫർമേഷൻ നമ്മൾ പറയുന്നത് നോൺ ഡിഫൈനിങ് ക്ലോസ് എന്നാണ്. ക്ലിയർ ആണല്ലോ? ഇത് നോൺ ഡിഫൈനിങ് ക്ലോസ് ആണ് കേട്ടോ. ഇപ്പൊ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടേക്ക് എന്തൊക്കെ വരുന്നു മനസ്സിലായല്ലോ. ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിൽ നൗൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒരു വ്യക്തി എന്താവട്ടെ അതുണ്ടാവും. അതിന് തൊട്ട് ചാരിന്റെ തൊട്ട് ബേക്കിലായിട്ട് ഡിഫൈനിങ് ക്ലോസ് ഉണ്ടാവും. അതിന് ഒരു കോമ ഇട്ടതിന് ശേഷം വീണ്ടും എന്തുണ്ടാവും? നോൺ ഡിഫൈനിങ് ക്ലോസ് ഉണ്ടാവും. തപ്പിത്തെറിഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, വ്യക്തമായിട്ട് കോമ ഉണ്ടാവും. ക്ലിയർ? Then the award was given to Sarah, whose short story impressed judges. അടുത്തൊരു എക്സാമ്പിൾ ആണ്. Then a particular science club among the passengers, most of whom were young men. അല്ലെ, ഇതൊക്കെ എക്സാമ്പിൾസ് തന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ. Other related clauses in the above sentence essential to understand who or what we are talking about. They are termed non-defining. Okay. ഇനി അടുത്തത് നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ്. ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ദേ പ്രൊവൈഡ് സം അഡീഷണൽ ഇൻഫർമേഷൻ. മറ്റേത് എന്ത് ഇൻഫർമേഷൻ ആയിരുന്നു? എസെൻഷ്യൽ ഇൻഫർമേഷൻ ആയിരുന്നു. ഇതെന്താണ്? അഡീഷണൽ ആണ്, എക്സ്ട്രാ തരികയാണ്.
ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പൊ ഡിഫൈനിങ് എന്ന് പറഞ്ഞപ്പോ നമ്മളെ എസെൻഷ്യൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. പക്ഷെ ഇത് നോക്കിയേ, പ്രൊവൈഡ് സം അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. ദാറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ആൻഡ് ക്യാൻ ബി ഒമിറ്റഡ് വിത്തൗട്ട് എഫക്ട് ദ കണ്ടന്റ് ഓഫ് ദ സെന്റൻസ്. അല്ലെ, നമുക്കത് ഒഴിവാക്കിയാലും അത് ഇല്ലാതെ ചെയ്താലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ നമ്മുടെ കണ്ടന്റിനെ വല്ലാണ്ടൊന്നും ബാധിക്കാനും പോകുന്നില്ല. ഇത് നമുക്ക് നോക്കാം. read the passage on the internet etiquette. അല്ലെ, നമ്മുടെ ഇന്റർനെറ്റിൽ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ മര്യാദകളൊക്കെ ഉണ്ട് അല്ലെ മക്കളെ. അതിൻ്റെതായിട്ടുള്ള കുറച്ച് നിയമവലികളും മര്യാദകളൊക്കെ ഉണ്ട്. അതിനാണ് എറ്റിക്യൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഈ എറ്റിക്യൂട്ട്, ഇന്റർനെറ്റ് എറ്റിക്യൂട്ട്സ് നിങ്ങൾക്ക് അറിയാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാം യൂസ് ചെയ്യുന്ന മക്കളുണ്ടാവും ഒരുവിധം എന്റെ മുമ്പില്. അപ്പൊ നിങ്ങൾ എന്താണ് മക്കളെ, ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയാത്ത പ്രശ്നമൊന്നുമില്ല. കാരണം അതിലൊരുപാട് നിയമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എവിടെയും കയറി തോന്നിയ കമന്റ് ഇടാനോ തോന്നിയ പോസ്റ്റ് ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ പിന്നീട് ഫേസ് ചെയ്യും അല്ലെ. അപ്പൊ ഇതിപ്പോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നല്ലേ, എന്റെ വിരൽത്തുമ്പിലല്ലേ, എനിക്ക് എന്തും ടൈപ്പ് ചെയ്ത് വിടാലോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നിയമാവലികളും ചുറ്റിക്കെട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറെ മര്യാദകളും 2, 3, 4 വട്ടം ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ടാവും അതിൽ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പൊ കുറെയൊക്കെ നമ്മള് മോറൽ ആയിട്ടുള്ളത്, ആരും നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അല്ലാത്ത മര്യാദകളുണ്ട്, നമ്മൾ സ്വയം കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കുറെ മര്യാദകളുണ്ട്. ചിലതൊക്കെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ കുടുങ്ങി പോകുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഇന്റർനെറ്റ് വെറുതെ അല്ല, അതിൻ്റെതായിട്ടുള്ള കുറെ നിയമമര്യാദ വലികളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കാം. Internet etiquette on the guidelines, the courteous online behavior is a crucial in our digital age. അല്ലെ, ഒരു ഡിജിറ്റൽ ഏജിൽ വളരെ അത്യാവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്, വളരെ മര്യാദയോട് കൂടിയിട്ടുള്ള ഒരു ഓൺലൈൻ ബിഹേവിയർ എന്ന് പറയുന്നത് അല്ലെ. The rules that govern online conduct, which include being respectful and considerate, should be followed by all internet users. അല്ലെ, എല്ലാ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാ ആളുകളും വളരെ വൃത്തിയോട് കൂടിയിട്ട് ഫോളോ ചെയ്യേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് അല്ലെ. പീപ്പിൾ ഹൂസ് ഇന്റൻഷൻ മേ നോട്ട് ഓൾവേസ് ബി ക്ലിയർ ഓൺലൈൻ അല്ലെ. കാരണം ആളുകളുടെ ഉദ്ദേശം എന്താന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ഫേസ് കാണില്ല, ഐ ടു കോണ്ടാക്ട് ഇല്ലല്ലോ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഷുഡ് ബി മൈൻഡ്ഫുൾ ഓഫ് ദ അതർ വേർഡ്സ് ടു അവോയ്ഡ് ദ അൺഇന്റൻഷണൽ ഒഫൻസ് അല്ലെ. ഇതിപ്പോ എന്തിനാ തന്നതെന്നാണോ, ഇത് ഞാൻ വെറുതെ വായിക്കാനോ ഇതിന്റെ മീനിങ് അറിയാനോ ഒന്നും തന്നതല്ല കേട്ടോ. ഇതിനുള്ള ഡിഫൈനിങ് വേർഡ്സും നോൺ ഡിഫൈനിങ് വേർഡ്സും ഉണ്ട്. ഓക്കെ, അത് എടുത്ത് എഴുതാനാണ്. അതറിയാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ടെക്നിക്സ് എന്താ വെച്ചാല്, കോമ ഉള്ള ഭാഗത്തേക്ക് ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അല്ലെ. നിങ്ങൾക്കറിയാം കോമക്ക് ശേഷം തന്നെയുള്ളൂ നോൺ ഡിഫൈനിങ് വരാറ് അല്ലെ. അതുപോലെ ഹൂ, ദാറ്റ്, ഹൂസ് ഒക്കെ ഉണ്ടോ നോക്കുക. അപ്പൊ എന്ത് ചെയ്യാ, ഈ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഡിഫൈനിങ് കോഴ്സും നോൺ ഡിഫൈനിങ് കോഴ്സും കണ്ടുപിടിക്കാൻ സാധിക്കും. നോക്കാം, ബാക്കി നമുക്ക് റീഡ് ചെയ്യാം. Should be mindful of their words to avoid the unintentional offense. Therefore, it's vital to think twice before posting comments or sending messages. ഇങ്ങനെയുള്ള പ്രോബ്ലംസും അവരുടെ ഇന്റൻഷൻ ഒന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് 2-3 വട്ടം ചിന്തിച്ചിട്ട് വേണം എന്തെങ്കിലും ഒരു കമന്റോ പോസ്റ്റോ ഒക്കെ ചെയ്യാനും. For those who are new online interactions to it's essential to learn and practice the right etiquette. അല്ലെ, ഇതാ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്നും കൂടെ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇന്റർനെറ്റ് എറ്റിക്വറ്റ്, ഇവിടെ നൗണ്, ഇവിടെ നൗണ് വന്നു, കറക്റ്റ് ആയിട്ട് നൗണ് വന്നു, കോമ ഇട്ടു, ഇവിടെ ഒരു കോമ ഇട്ടു. ഇനി തരാൻ പോകുന്നത് എന്തായിരിക്കും, അതിന്റെ ഡിഫൈനിങ് ക്ലോസ് ആയിരിക്കും. ഓർ ദ ഗൈഡ് ലൈൻസ് ഓഫ് ദ കോർട്ടിയസ് ഓൺലൈൻ ബിഹേവിയർ അതിന്റെ ഡിഫൈനിങ് ക്ലോസ് ആണ്. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് അതിന്റെ നോൺ ഡിഫൈനിങ് ക്ലോസ് ആയിട്ടുള്ള ഈസ് ക്രൂഷ്യസ് ഇൻ അവർ ഡിജിറ്റൽ ഏജ്. ദെൻ അടുത്തത് the rules that govern online conduct, that is the main clause, then which include being respectful. ഇവിടുന്ന് മുതൽ അതിന്റെ എന്ത് വരും മക്കളെ, അതിന്റെ റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്തു. ഇനി വരുന്നത് ഡിഫൈനിങ് ക്ലോസ് ആണ്. ആൻഡ് കൺസിഡേർഡ് ഷുഡ് ബി ദ ഫോളോഡ് ബൈ ഓൾ ഇന്റർനെറ്റ് യൂസേഴ്സ്, അത് നോൺ ഡിഫൈനിങ് ക്ലോസ് ആണ്. ദെൻ പീപ്പിൾ, ഇവിടെ വീണ്ടും നൗൺ നിങ്ങൾക്ക് കാണാൻ വ്യക്തമായിട്ട്. അതിനുശേഷം ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ്സ് ക്ലോസ് കാണാം. അതിന് ബാക്കിയുള്ളത് എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഡിഫൈനിങ് ക്ലോസ് ആയിരിക്കും. അതിനുശേഷം വീണ്ടും കോമ ഇട്ടുകൊണ്ട് തുടങ്ങുകയാണ്, അത് നോൺ ഡിഫൈനിങ് ക്ലോസ് ആയിരിക്കും. Okay, then therefore is a vital to think that before the posting comments, sending messages for those who are new to online interactions. ഇതൊക്കെ നോൺ ഡിഫൈനിങ് ക്ലോസുകളാണ്. ആവശ്യകത ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞു തരാണ്. നോക്കാം നമുക്ക് ഇതിലെ ഡിഫൈനുകളും നോൺ ഡിഫൈനിങ് ക്ലോസുകളെ കുറിച്ചൊക്കെ. ഓക്കെ, ഇൻ ഡിസ്കഷൻസ്, അതിന്റെ ബാക്കി പാർട്ടാട്ടോ. ഇൻ ഡിസ്കഷൻസ് ആൻഡ് ഡിബേറ്റ്സ്, അത് മെയിൻ ക്ലോസ് ആണ്. അതില്
വേർ യൂസ് ചെയ്തു, റിലേറ്റീവ്സ് ക്ലോസ് യൂസ് ചെയ്തു, ബാക്കി വരുന്നത് ഡിഫൈനിങ് ക്ലോസ് ആണ്. ആൻഡ് ഒപ്പീനിയൻ ഇസ് കോമൺ. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു എൻഗേജ് ദം ടു റെസ്പെക്ട്ഫുള്ളി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി എന്ന് പറയുന്നത് നോൺ ഡിഫൈനിങ് ആണ് അല്ലെ. കോമയ്ക്ക് ശേഷം വരുന്നത് നോൺ ഡിഫൈനിങ് ആണ്, കോമന്റെ മുമ്പിലുള്ളത് ഡിഫൈനിങ് ആണ്. ക്ലിയർ ആണല്ലോ. ആൻഡ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അടുത്തത് ഇവിടെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു നൗൺ വന്നു, കോമ ഇട്ടിട്ടുണ്ട്. കോമക്ക് ശേഷം ഇതാക്കുന്ന നമ്മുടെ റിലേറ്റീവ് ക്ലോസ് വിച്ച് യൂസ് ചെയ്തു, ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ഡിസ്കഷൻ എന്ന് പറയുന്നതാണ് അതിലെ ഡിഫൈനിങ് ക്ലോസ്. വീണ്ടും കോമ വന്നു, അതിനുശേഷം വരുന്നത് നോൺ ഡിഫൈനിങ് ക്ലോസ് ആയിട്ടുള്ള ഷുഡ് ബി ഡെലിവേർഡ് ടാക്ട്ഫുള്ളി എന്ന് പറയുന്നത്. ക്ലിയർ. ദെൻ പ്രാക്ടീസിങ് ഗുഡ് ഇന്റർനെറ്റ് എഡ്യൂക്കേറ്റ് ഈസ് എ വേ ടു ഫോസ്റ്റർ മോർ റെസ്പെക്ട്ഫുൾ ആൻഡ് എൻജോയബിൾ ഓൺലൈൻ എക്സ്പീരിയൻസ് ഫോർ ഓൾ അല്ലെ. ഇതിന് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളോ ഇതിന്റെ മീനിങ് ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളെ ഇവിടെ കോമകൾ സഹായിക്കും, കോമ സഹായിക്കും. നമുക്ക് എക്സാമിന് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് സഹായിക്കും? കോമ സഹായിക്കും. ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഫുൾ സ്റ്റോപ്പിന് ശേഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൗണിനെ കണ്ട തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതി. നൗണ് കണ്ട് തൊട്ടതായ ഒരു കോമ ഇട്ടിട്ട് റിലേറ്റീവ് ക്ലോസ് ആയിട്ടുള്ള ഹൂ, ഹൂസ്, ദാറ്റ്, വിച്ച്, വേർ ഇതൊക്കെ ഉണ്ടോ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റീവ് ക്ലോസിനെ കാണാൻ സാധിക്കും. അതിനുശേഷം അതിനെ കുറിച്ചുള്ള അത്യാവശ്യ ഇൻഫർമേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഡിഫൈനിങ് ക്ലോസ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെയും ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒരു കോമ ഇട്ടിട്ട് വീണ്ടും തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് കൂടുതൽ ഇൻഫർമേഷൻ തരികയാണ്, അത് നോൺ ഡിഫൈനിങ് ക്ലോസ് ആണെന്നുള്ളത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ നൗണ് കിടക്കും, ഡിഫൈനിങ് ക്ലോസ് കിടക്കും, തൊട്ട് ബേക്കിൽ കോമ ഇട്ടതിനു ശേഷം വീണ്ടും നോൺ ഡിഫൈനിങ് ക്ലോസ് കിടക്കും. ക്ലിയർ ആണല്ലോ. ഇതാണ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നിന്നുള്ള സെന്റൻസുകൾ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. അതിൽ ഡിഫൈനിങ് റിലേറ്റീവ്സ് ക്ലോസ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ദ റൂൾസ്, ദ റൂൾസ് എന്ന് പറയുമ്പോൾ ഇത് നൗൺ ആയിരുന്നു അല്ലെ. ഇതാണ് ദാറ്റ് ഗവേൺ ഓൺലൈൻ കണ്ടക്ട് എന്ന് പറയുന്നതാണ് ഇത് എന്ത് ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് റിലേറ്റീവ് ക്ലോസിനെ കാണുന്നുണ്ട്. അതിനുശേഷം ഈ ദാറ്റ് ഗവേൺ ഓൺലൈൻ കണ്ടക്ട് എന്ന് പറയുന്നത് ഡിഫൈനിങ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അല്ലെ. ശേഷം വീണ്ടും വരുന്നത് എന്താണ്? നോൺ ഡിഫൈനിങ് ആണ് അല്ലെ. വിച്ച് ഇൻക്ലൂഡ് ബീങ് റെസ്പെക്ട്ഫുൾ ആൻഡ് കൺസിഡറേറ്റ് ഹൂസ് ഇന്റൻഷൻ മേ നോട്ട് ബി ഓൾവേസ് ബി ക്ലിയർ ഓൺലൈൻ. ഇതൊക്കെ എന്താണ്? എക്സ്ട്രാ ഇൻഫർമേഷൻസ് ആണ് അല്ലെ. കൂടുതൽ ഇൻഫർമേഷൻസ് തരികയാണ്. അതിനൊക്കെ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസിലോട്ട് ആഡ് ചെയ്യാം. ദെൻ ഫോർ ദോസ് ഹു ആർ ന്യൂ ടു ഓൺലൈൻ ഇന്ററാക്ഷൻ ഡിഫൈനിങ് ആണ്. ദെൻ നോൺ ഡിഫൈനിങ് ആണ്. വേറെ ഡിഫറൻസ് ഒപ്പീനിയൻസ് കോമൺ വിച്ച് ക്യാൻ ബി ഹെൽപ്പ് ടു ഇംപ്രൂവ് ഡിസ്കഷൻസ് അല്ലെ. ഇതൊന്നും നെസസിറ്റി അല്ല, എന്നിരുന്നാൽ പോലും ഇൻഫർമേഷൻസ് ആണ്, പക്ഷെ മോർ ഇൻഫർമേഷൻസ് ആണ്. ക്ലിയർ. ഇതൊക്കെ കോമക്ക് ശേഷമാണ് അതിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ പോയി ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. കോമ ഇട്ടതിന് ശേഷമായിരിക്കും ഈ നോൺ ഡിഫൈനിങ് റിലേറ്റീവ് ക്ലോസ് വന്നിട്ടുണ്ടാവുക. ക്ലിയർ. Then activity 2. Read the sentence given below. Do not cut down trees. അല്ലേ? കുറച്ച് ഓർഡറുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ മക്കളെ. നിങ്ങൾക്കറിയാം ഡോണ്ട് കട്ട് ട്രീസ് അല്ലെ. മരങ്ങളും വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ബെറ്റർ നോട്ട് റിലേ ഓൺ ദ ഫാസ്റ്റ് ഫുഡ് അല്ലെ. പ്ലീസ് എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ടു us. ഇതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. വാട്ട് കോമൺ ഫീച്ചേഴ്സ് ഡു യു നോട്ടീസ് ദ സെന്റൻസ് അബൌട്ട് ഡിസ്കസ് ആൻഡ് ലിസ്റ്റ് ബിലോ. നോക്കാം. ദ സെന്റൻസ് ഗിവൻ ഷെയർ എ കോമൺ ഫീച്ചേഴ്സ്. ദേ ആർ ഓൾ ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇതൊക്കെ എന്താണ് മക്കളെ? ഇമ്പരേറ്റീവ് സെന്റൻസുകളാണ്. എന്താണ് ഇമ്പരേറ്റീവ് സെന്റൻസ്? നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്, ഗ്രാമർ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. ദെൻ നോക്കാം. ഈച്ച് സെന്റൻസ് ഈസ് എ കോമൺ കമന്റ് ഓർ റിക്വസ്റ്റ് അല്ലെ. ഓരോ സെന്റൻസിലും ഒരു കമന്റോ റിക്വസ്റ്റോ ഉണ്ടാവും. ആൻഡ് കൺവേയിങ് എ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഒരു ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൺവേ ചെയ്യും. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഓർഡർ ചെയ്യുക, കമന്റ് ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുക അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പെർമിഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് പെർമിഷൻ, ഓർഡർ, റിക്വസ്റ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്, കമന്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യുക. അത്രമാത്രം ഓർത്താൽ മതി. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ കമന്റ്, ഓർഡർ, റിക്വസ്റ്റ്, ഇതൊക്കെയാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ക്ലിയർ. മാച്ച് ദ സെന്റൻസ് ഇൻ കോളം എ വിത്ത് ദെയർ ഫങ്ഷൻസ് ഇൻ കോളം ബി. നിങ്ങൾക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 1, 2, 3 ഇട്ട് വെച്ചിട്ടുണ്ട്. നോക്കാം. സെന്റൻസ് ഡോണ്ട് ലിറ്റർ ഹിയർ യു വിൽ ബി ഫൈൻഡ് അല്ലേ. ഡോണ്ട് ലിറ്റർ ഹിയർ, ഇവിടെ വേസ്റ്റും ചപ്പുചവറും ഒന്നും ഇടാൻ പാടില്ല, നിങ്ങൾക്ക് ഫൈൻ കിട്ടും. അതെന്താണ്? വാണിംഗ് ആണ് അല്ലെ. അവിടെ ചപ്പുചവറും വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫൈൻ കിട്ടും എന്നുള്ളത് ഒരു വാണിംഗ് ആണ് അല്ലെ. അതൊരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? വാണിംഗ് അല്ലെ. ദെൻ വാണിംഗ് അല്ലെ, ഭീഷണിയുടെ ഒരു സ്വരത്തിലുള്ള ഓർഡറിനാണ് നമ്മൾ വാണിംഗ് എന്ന് പറയാം. പ്ലീസ് ഡു നോട്ട് ലീൻ ഔട്ട് ദ വിൻഡോ അല്ലെ. വിൻഡോയിലൂടെ നമ്മൾ എപ്പോഴും പറയില്ല, വണ്ടിയിലൊക്കെ പോകുമ്പോൾ മക്കളോട് പറയുന്ന ഡയലോഗാണ്. പ്ലീസ് ഡു നോട്ട് ലീൻ ഔട്ട്
ഓഫ് ദ വിൻഡോ. അതെന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ. നമ്മൾ മക്കളോട് പറയുന്നത് എന്താണ്? റിക്വസ്റ്റ് ആണ് കേട്ടോ. ഡു ഗെറ്റ് യുവർ സെൽഫ് വാക്സിനേറ്റഡ് അല്ലെ. നമ്മൾ കൊറോണയൊക്കെ കാലത്ത് വന്നപ്പോൾ നമ്മൾ എല്ലാവരോടും പറയുന്ന ഡയലോഗാണ് എന്താണ്? വാക്സിനേറ്റഡ് എടുക്കുകയായിരിക്കും ബെറ്റർ എന്നുള്ളത് അല്ലെ. അപ്പൊ അതെന്താണ്? അത് അഡ്വൈസ് ആണ്, ഉപദേശമാണ് അല്ലെ മക്കളെ. ദെൻ അടുത്തത് മൈൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ട്രെയിൻ ആൻഡ് ദ പ്ലാറ്റ്ഫോം അല്ലെ. അതെന്താണ്? അത് ഇൻസ്ട്രക്ഷനും ഡയറക്ഷനും ഒക്കെയാണ് കേട്ടോ. ആ പ്ലാറ്റ്ഫോമിൽ മൈൻഡ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ട്രെയിൻ ആൻഡ് ദ പ്ലാറ്റ്ഫോം അല്ലെ. പ്ലാറ്റ്ഫോമും ട്രെയിൻ തമ്മിലുള്ള ആ ഗ്യാപ്പ് മൈൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു ഡയറക്ഷൻ ആണ് കേട്ടോ. ദെൻ കമിൻ എന്ന് പറഞ്ഞ ഇൻവിറ്റേഷൻ. കമിൻ പറഞ്ഞ ഇൻവിറ്റേഷനും അതുപോലെ പെർമിഷനും ഉണ്ട് കേട്ടോ. നമ്മൾ പറയില്ലേ അകത്തോട് കയറി വരും എന്ന് പറയില്ലേ, ഒരു ഇൻവിറ്റേഷനും ഒരു പെർമിഷനും കൊടുക്കാം അല്ലെ. ദെൻ ക്ലിയർ ദ റോഡ് ഇമ്മീഡിയറ്റ് അല്ലെ. ഈ റോഡ് പെട്ടെന്നൊന്ന് ക്ലിയർ ചെയ്ത് കിട്ടണം, മന്ത്രി വരുന്നുണ്ട് ഈ റോഡിലൂടെ, അതുകൊണ്ട് റോഡ് പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതെന്താണ് മക്കളെ? ഓർഡർ ആണ് കേട്ടോ. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇൻവിറ്റേഷൻ, വാണിംഗ്, റിക്വസ്റ്റ്, ഓർഡർ, ഇൻസ്ട്രക്ഷൻ, ഡയറക്ഷൻ, അഡ്വൈസ് അല്ലെ. ഇങ്ങനെയുള്ള കമന്റും റിക്വസ്റ്റുകളൊക്കെ രൂപത്തിലുള്ളത് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസ് യൂസ് ചെയ്യുന്നത്. നോക്കാം. ഇനി ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിന് ചേരുന്നത് ചേർക്കാനാണ്. ഫ്യൂ സിറ്റുവേഷൻസ് ആർ പിക്ചേർഡ് ബിലോ. റൈറ്റ് ഇൻ ഇമ്പരേറ്റീവ് സെന്റൻസ് മാച്ചിങ് ഈച്ച് സിറ്റുവേഷൻ അല്ലെ. ഇവിടെ പാർക്കിലോട്ട് ഒരു വാക്കിംഗ് ടൈമില്, മോർണിംഗ് ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പെൺകുട്ടി ഡോഗിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചില ഏരിയയിലൊന്നും, ചില ടൗണിലൊന്നും ഈ പാർക്ക് ഏരിയയിലോട്ട് അങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ടുവരരുത് എന്നുണ്ട് അല്ലെ. പെറ്റ് ഡോഗ്സിനൊന്നും കൊണ്ടുവരാൻ പാടില്ല. അത് അവിടെയുള്ള ആളുകൾക്ക്, അവിടെ എക്സസൈസും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ചില രാജ്യങ്ങളിൽ ഇവർക്ക് മാത്രം വേറെ പ്ലേസ് ഉണ്ടാവും, ഇങ്ങനെ പെറ്റ് ഡോഗ്സുകൾക്ക് കളിക്കാനും പെറ്റ് ഡോഗ്സുകൾക്ക് വാക്കിംഗ് ചെയ്യാനൊക്കെ വേറെ ഏരിയയും അതിനുവേണ്ടി മാത്രം അവർക്കൊരു പാർക്കൊക്കെ ഉണ്ടാവാറുണ്ട് ചില രാജ്യത്ത് കേട്ടോ. ചില സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകും, അപ്പൊ അവിടെ അതിനുള്ള നിയമം അനുവദീയമാവില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗ് ഉണ്ട്, പ്ലീസ് ഡോണ്ട് അൺലീഷ് യുവർ ഡോഗ്സ് അല്ലെ. ഡോഗിനെ ഇങ്ങോട്ട് അൺലീഷ് ചെയ്ത് ഇങ്ങനെ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. ഓക്കെ. അടുത്തത് രണ്ട് ആളുകള് ഹോട്ടലിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നിന്നപ്പോ അവിടെ ഒരാൾ വന്നിട്ട് ആളെന്ത് ചോദിക്കും? സ്വാഭാവികം ഐ ടേക്ക് യുവർ ഓർഡർ അല്ലെ. നിങ്ങളുടെ ഓർഡർ ഞാൻ എടുക്കട്ടെ, നിങ്ങളുടെ ഓർഡർ ഒന്ന് പറയൂ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ. വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു യൂസ് ആണ്. Then complete your assignment by the end of this week അല്ലെ. അത് എന്തായാലും ഓർഡർ തന്നെ ആയിരിക്കും അല്ലെ. നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഓർഡർ ആണ്. എന്താണ് ടീച്ചർ വന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഈ ഒരു വീക്ക് എൻഡ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് തീർക്കണം? നിങ്ങളുടെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. ഡോണ്ട് വറി ടേക്ക് എ റെസ്റ്റ്. ഒരു രോഗിയെ കാണാൻ പോയേക്കാണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അഡ്വൈസ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡോണ്ട് വറി ടേക്ക് എ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്വൈസ്. നെക്സ്റ്റ് റീഡ് ദ കോൺവെർസേഷൻ ഗിവൻ ബിലോ. ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സെക്രട്ടറി വിയർ വൈറ്റ് ക്യാപ്പ്. നിങ്ങൾ നിങ്ങളുടെ വൈറ്റ് ക്യാപ്പ് ഇടണം. ഡംബാവാല പ്ലീസ് എക്സ്ക്യൂസ് മീ ഫ്രം വിയറിംഗ് ദ ക്യാപ്പ് ടുഡേ അല്ലെ. ക്യാപ്പ് ഒന്നും ഇട്ടിട്ടുണ്ടാവില്ലായിരിക്കും, അപ്പൊ ക്യാപ്പ് ഇടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നാ ഇന്ന് മുതൽ ഇടാം എന്നുള്ളൊരു സംസാരമാണ്, രണ്ടാൾ തമ്മിലുള്ള സംഭാഷണം. നോക്കാം. എ ടൂറിസ്റ്റ് ഹാപ്പൻസ് ടു ഹിയർ ദ കോൺവെർസേഷൻ. ഷീ റിപ്പോർട്ട്സ് ഹിസ് കോൺവെർസേഷൻ ടു ഫോളോ ടൂറിസ്റ്റ്. ദിസ് ഈസ് ഹൗ ഷീ ഈസ് റിപ്പോർട്ടഡ് അല്ലെ. അവര് നമ്മൾ സംഭാഷണം ഒരാൾ കേൾക്കാണ്, എന്നിട്ട് ആ വ്യക്തി മറ്റൊരാളോട് അത് പറയുകയാണ്. നോക്കാം. ദ സെക്രട്ടറി ഇൻസ്ട്രക്റ്റഡ് ദ ഡംബാവാല ടു വിയർ ദ വൈറ്റ് ക്യാപ്പ് അല്ലെ. ആ പറഞ്ഞത് നോക്കിയേ. സെക്രട്ടറി ഇൻസ്ട്രക്റ്റഡ് ദ ഡംബാവാല ടു വിയർ ദ വൈറ്റ് ക്യാപ്പ്. ഡംബാവാലയോട് വൈറ്റ് ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് സെക്രട്ടറി ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ദ ഡംബാവാല റിക്വസ്റ്റ്. ഡംബാവാല തിരിച്ചെന്ത് ചെയ്തു? റിക്വസ്റ്റ് ചെയ്തു ദ സെക്രട്ടറി ടു എക്സ്ക്യൂസ് ഹിം ഫ്രം വിയറിംഗ് ദ ക്യാപ്പ് ഓൺ ക്യാപ്പ് ദാറ്റ് ഡേ. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ അറിയാം. റിപ്പോർട്ടർ സ്പീച്ച് അല്ലെ മക്കളെ. നിങ്ങൾക്ക് ഗ്രാമർ പാർട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാമർ പാർട്ടാണ്. ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാന്നുള്ളത് അല്ലെ. നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ് എടുത്തിട്ട് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നു, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് തിരിച്ച് ഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റും അല്ലെ. അതിന് വളരെ വ്യക്തമായിട്ടുള്ള റൂളുകൾ ഉണ്ട്, അതും വളരെ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ ഇതിനെ കുറിച്ച് അറിയാത്തവർ എന്ത് ചെയ്യാം? ടൈമിനനുസരിച്ച് നിങ്ങൾ അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്യാം? ഗ്രാമർ പാർട്ടിൽ പോയിട്ട് നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും. നമുക്ക് ഇവിടെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് നോക്കാം. ക്ലിയർ? വാട്ട് ചേഞ്ചസ് ഡു യു നോട്ടീസ് വെൻ ആൻ
ഇമ്പരേറ്റീവ് സെന്റൻസ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഇസ് റിപ്പോർട്ടർ അല്ലെ. ഇമ്പരേറ്റീവ് സെന്റൻസുകൾ ഡയറക്റ്റ് സ്പീച്ചിലോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നാണ് ചോദ്യം. സ്പീച്ച് മാർക്കേഴ്സ് ആർ അവോയ്ഡഡ്. സ്പീച്ച് മാർക്കേഴ്സ് അല്ലേ, എന്ത് സ്പീച്ച് മാർക്കേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ ഇങ്ങനെ രണ്ട് കുത്ത്, ഇങ്ങനെ ഒരു കോമ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, ഇങ്ങനത്തെ സംഭവങ്ങള്. ഇതൊക്കെ എന്താവും മക്കളെ? ഇതൊക്കെ അങ്ങ് ഒഴിവാക്കും അല്ലെ. ദെൻ റിപ്പോർട്ടിംഗ് വേർഡ്സ് ലൈക്ക് ഇൻസ്ട്രക്റ്റഡ്, റിക്വസ്റ്റഡ് ഇങ്ങനെയുള്ള വേർഡുകൾ ആർ ആഡഡ്. എന്നിട്ട് എന്ത് കൊടുക്കും? ഈ സ്ഥാനത്ത് ഈ സ്പീച്ച് മാർക്കേഴ്സിന്റെ ഒഴിവാക്കുമല്ലോ, അപ്പൊ ആ സ്ഥാനത്തേക്ക് പിന്നെ എന്ത് കൊടുക്കും? ഇൻസ്ട്രക്റ്റഡ്, റിക്വസ്റ്റഡ്, അതുപോലെ എന്താണ് ആസ്ക്ഡ്, ഓർഡേർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടേക്ക് കൊടുക്കും. ക്ലിയർ? അപ്പോൾ ആദ്യം സ്പീച്ച് മാർക്സ് എടുത്തിട്ട് കളയും, ശേഷം എന്ത് കൊടുക്കും? റിക്വസ്റ്റഡോ, ഓർഡേർഡോ, ഇൻസ്ട്രക്റ്റഡോ, ആസ്ക്ഡോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചേർക്കും. Then 3 infinitive with to is given അല്ലെ. ഇൻഫിനിറ്റീവ് ടു യൂസ് ചെയ്യും, മെയിൻ വെർബിന്റെ കൂടെ ടു യൂസ് ചെയ്യും, മെയിൻ വെർബിന്റെ കൂടെ ടു യൂസ് ചെയ്യും. ക്ലിയർ? ചേഞ്ച് ഇൻ ദ പ്രൊണോൺ അല്ലെ, പ്രൊണോൺസിന് മാറ്റം വരുത്തും അല്ലെ, പ്രൊണോണുകൾ മാറ്റം വരുത്തും. എങ്ങനെ മാറ്റം വരുത്തുക? ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആക്കും, സെക്കൻഡ് പേഴ്സൺ ഉണ്ടെങ്കിലും തേർഡ് പേഴ്സൺ ആക്കും അല്ലെ. ഫസ്റ്റ് പേഴ്സൺ ഞാൻ, അതുപോലെ നിങ്ങൾ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണ് അല്ല, ഞാൻ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, അതേപോലെ തന്നെ നമ്മൾ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണ്, യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ, യു എന്ന് പറഞ്ഞ നിങ്ങൾ എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണെയും എന്താക്കി മാറ്റും? എന്നെയും നിങ്ങളെയും അല്ലെ. ഞാൻ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സണെയും യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സണെയും എന്താക്കി മാറ്റും? അവർ, അവൻ അങ്ങനെയുള്ള കാര്യങ്ങളാക്കി. അവർ, അവരുടെ, അവർ എന്ന് പറയുന്ന അവൾ, അവൻ, ദേ, ഹി, ഷി എന്നൊക്കെ പറയുന്ന തേർഡ് പേഴ്സൺ ആക്കിയിട്ട് മാറ്റും. ക്ലിയർ? അപ്പൊ ചേഞ്ചസുകളൊക്കെ ഓക്കെ അല്ലെ. നൗ ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു ഡയറക്റ്റ് സ്പീച്ച്. മക്കളെ, ഡയറക്റ്റ് സ്പീച്ച് ആണ്, ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് നമ്മൾ പൊതുവെ എപ്പോഴും പഠിക്കാറുള്ളത്. ഇത് നേരെ തിരിച്ചാണ്, ഇത് ഡയറക്റ്റ് സ്പീച്ചിലോട്ടാണ് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ ഫ്ലൈറ്റ് സ്റ്റുവാർഡ് റിക്വസ്റ്റ് ദ പാസേജേഴ്സ് ടു കീപ് ദെയർ ബാഗേജ് ഇൻ ദ ഓവർഹെഡ്. ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലാണ്. ഇത് ഡയറക്റ്റിലോട്ട് മാറ്റാനാണ് തന്നിട്ട്. ഡയറക്റ്റിലോട്ട് മാറ്റാൻ ഒന്നും കൂടെ സെന്റൻസ് ഒന്നും കൂടെ ചുരുങ്ങുക ചെയ്യാം. ഡയറക്റ്റ് നിന്ന് ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോഴാണ് ഈ പറഞ്ഞ ഇൻസ്ട്രക്ടറും ഓർഡറും നമുക്ക് ഒന്നും കൂടെ നിയമങ്ങൾ അറിയണം. ഇത് നേരെ തിരിച്ചാണ്, അപ്പൊ സെന്റൻസ് ഒന്നും കൂടെ വെട്ടി ചുരുങ്ങുക ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയേ, ദ ഫ്ലൈറ്റ് സ്റ്റുവാർഡ് ഇവിടെ ഉണ്ട്. ദ ഫ്ലൈറ്റ് സ്റ്റുവാർഡ് എന്നിട്ട് പിന്നെ ഒരു കാര്യം കണ്ടു, റിക്വസ്റ്റഡ് ദ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് അതിൽ ആഡ് ചെയ്തിട്ടുള്ള വേർഡാണ്. ആ റിക്വസ്റ്റഡ് പാസഞ്ചർ പറഞ്ഞ് നമ്മൾ ഇവിടെ ആര് കൊടുക്കണം മക്കളെ? മാർക്കേഴ്സിന് എടുത്ത് കൊടുക്കണം അല്ലെ. അപ്പോ ഇവിടെ ഇതാക്കണ ഈ രണ്ട് കുത്തങ്ങിട്ടല് കൊടുക്കും, ഇത് നിർബന്ധമാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ആരെടുക്കും? പിന്നീട് ഇവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഈ ടു ഇൻഫിനിറ്റീവിന് ശേഷം വരുന്ന ഈ മെയിൻ വെർബ് ഉണ്ടല്ലോ, ഈ വെർബിനെ മുതൽ അങ്ങ് എടുക്കും. ഈ വെർബിനെ അങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ വരെ നോക്കിയേ, കീപ് യുവർ ബാഗേജ് എന്ന് പറഞ്ഞു. എന്താണ് ഈ യുവർ വരാൻ കാരണം? ഇതാരാണ് മക്കളെ? ഈ തേർഡ് പേഴ്സണ് സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യുവർ ബാഗേജ് ഇൻ ദ ഓവർ ഹെഡ് ബിൻസ് എന്ന് വരും. ക്ലിയർ? ഒന്നും കൂടെ അടുത്ത പാസേജ് നോക്കുക, ഒന്നും കൂടെ മനസ്സിലാവും. എടുത്ത് കളയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. നൗണിന് ശേഷമുള്ള അടുത്ത എന്താണോ, ഇൻസ്ട്രക്റ്റഡ് ആണോ, ആസ്ക്ഡ് ആണോ, ഓർഡേർഡ് ആണോ, എന്താ നോക്കണ്ട, എടുത്ത് കളയണം. ഓക്കെ, ദെൻ ഇൻഫിനിറ്റിന് ശേഷം ടൂവിന് ശേഷം വരുന്ന അവിടെ നിന്നാണ് നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കാം. ദ ക്യാബിൻ ക്രൂ ഇൻസ്ട്രക്ട് ദ പാസഞ്ചർ ടു റിമെയിൻ സീറ്റഡ് ഡ്യൂറിംഗ് ദ ടേക്ക് ഓഫ്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇതിൽ ശ്രദ്ധിച്ച്. ആദ്യം ഇതിൽ മെയിൻ സബ്ജക്റ്റ് ആരാ? ദ ക്യാബിൻ ക്രൂ ആണ് അല്ലെ. പിന്നെ ഞാൻ എവിടുന്ന് എടുത്ത് എഴുതാനാ പറഞ്ഞത്? പിന്നെ രണ്ട് കുത്തു ഇട്ടിട്ട് കഴിഞ്ഞ ശേഷം ഞാൻ എവിടുന്ന് എടുത്ത് എഴുതാൻ നിങ്ങളോട് പറഞ്ഞത്? ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള ടൂവിന് ശേഷമാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് നോക്കാം. ദ ക്യാബിൻ ക്രൂ, ദെൻ സ്പീച്ച് മാർക്കേഴ്സ് ആഡ് ചെയ്തു. പിന്നെ നോക്കിയതാ ഇവിടെ ഇത് പ്ലീസ് എന്ന് ആഡ് ചെയ്യാൻ കാരണം ഇത് ഇമ്പരേറ്റീവ് സെന്റൻസിലോട്ടാണ് മാറ്റുന്നത്. അപ്പൊ റിമൈൻ എന്ന് പറയുന്ന ഇവിടേക്ക് ഒരു പ്ലീസ് കൊടുത്തു, കാരണം ഇത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ പ്ലീസ് റിമൈൻ സീറ്റഡ് ഡ്യൂറിംഗ് ടേക്ക് ഓഫ്. എന്താണ് ഡ്യൂറിംഗ് ടേക്ക് ഓഫ്? അത് അതേപോലെ തന്നെയാണ് കൊടുത്തത്. കാരണം അവിടെ പ്രോണൗൺസ് ഒന്നും വരുന്നില്ല പിന്നീട് മാറ്റാൻ. ക്ലിയർ? സംഗതി വളരെ ഈസിയാണ് മാറ്റി എഴുതാൻ. ഓക്കെ, വളരെ ഈസിയാണ്. കാരണം അതീത, റിക്വസ്റ്റഡ് ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അതിൽ ഇൻഫിനിറ്റീവിന് ശേഷം മുതലാണ് പിന്നീട് നമ്മൾ നോക്കി എഴുതുന്നത്. ക്ലിയർ?
നോക്കാം അടുത്തത്. The ഡംബാവാല advise the customer. അത് നമ്മൾ ഒരു തൊഴിവാക്കും. നമ്മൾ പിന്നെ ഇൻഫിനിറ്റിയെ തിരയാൻ പാടുള്ളൂ. നമ്മൾ ആദ്യം ഡംബാവാലിനെ ഇങ്ങ് എടുക്കും. എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് കൊടുക്കും? ഇതാ സ്പീച്ച് മാർക്കർ കൊടുക്കും. പിന്നെ നമ്മൾ അതിൽ ആരെ തിരയണം? ഇൻഫിനിറ്റീവിനെ തിരയണം. ഇൻഫിനിറ്റീവിനെ പോയി തിരഞ്ഞിട്ട് ഇൻഫിനിറ്റീവിന് ശേഷം ടു പോയി തിരയണം. ഓക്കെ, ആ സെന്റൻസിലെ ടു പോയി നിങ്ങൾ തിരയണം. തിരഞ്ഞിട്ട് അതിന് ശേഷം അങ്ങോട്ട്, അപ്പൊ ബാക്കി അത്രയും നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. ക്ലിയർ ആണല്ലോ? ഈസി മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ആദ്യത്തെ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡംബാവാല എടുത്തിട്ട് 2 മാർക്കേഴ്സ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിൽ ആ സെന്റൻസിലുള്ള ഇൻഫിനിറ്റീമോ പോയി തരണം. നിങ്ങൾ മീനിങ് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പോയി അതിൽ ഇൻഫിനിറ്റി തരിക, ടു തരിക. അപ്പൊ ആ ടു നിങ്ങൾക്ക് ആ സെന്റൻസിൽ കാണാൻ സാധിക്കും. അതിനുശേഷമാണ് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത് ഹാവ് ദ ലഞ്ച് പാക്ക്ഡ് ഇൻ ടൈം. ക്ലിയർ ആണല്ലോ? വളരെ ഈസിയാണ് അല്ലെ? എന്താണ് ഇതെടുത്ത് എഴുതുന്നു, മാർക്കേഴ്സ് 2 കുത്തിട്ട് കൊടുക്കുന്നു, പോയി ഇൻഫിനിറ്റി തിരയുന്നു, ഇൻഫിനിറ്റിന് ശേഷം വരുന്ന മെയിൻ വെർബ് മുതൽ അതേപോലെ എഴുതുന്നു. ഇനി അഥവാ അതിൽ വല്ല പ്രോണൗൺസും വന്നിട്ടുണ്ടെങ്കിൽ അത് തേർഡിലോട്ട് തേർഡിൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റിലോട്ടോ സെക്കൻഡിലോട്ടോ മാറ്റണം. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് കേട്ടോ മാറ്റാന്. Then let's change the imperative sentence given below into the reported speech. അല്ലെ? ഇനി നേരെ തിരിച്ചാവുമ്പോ എന്താണ്? നേരെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ടാണ് മാറ്റം. മറ്റേത് നേരെ തിരിച്ചായിരുന്നു അല്ലെ? നോക്കാം. പൈലറ്റ് passengers kindly remain seated till the seat belt signs are switched off. അല്ലെ? ഒരു ഓർഡർ കൊടുക്കാണ് അല്ലെ? അതിൽ ഉണ്ടാവുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. അത് എയറോപ്ലെയിനിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. നമുക്ക് നമ്മുടെ നിയമങ്ങളൊക്കെ നോക്കാം. ഓർമ്മ ഉണ്ടായിരുന്നല്ലോ എന്തൊക്കെയായിരുന്നു നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്പീച്ച് അല്ലെ, ആദ്യത്തെ മാർക്കേഴ്സ് നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കണം. ഒരുപാട് മാർക്കേഴ്സ് അതിൽ കാണുന്നുണ്ട്, അത് നമ്മൾ എടുത്തിട്ട് ഒഴിവാക്കണം. 1ാമത്തെ നിയമമായിരുന്നു അല്ലെ. പിന്നെ 2ാമത്തെ കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റിക്വസ്റ്റഡ്, കൈൻഡ്ലി, ഓർഡേർഡ്, ആസ്ക്ഡ് ഇത് ആഡ് ചെയ്യണം. 3ാമത്തെ കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മെയിൻ വെർബിന് മുമ്പായിട്ട് ടു ഇൻഫിനിറ്റീവ് ആയിട്ടും അതിനെ യൂസ് ചെയ്യണം. അപ്പൊ ടു ഇട്ട് കൊടുക്കണം മെയിൻ വെർബിന് മുമ്പായിട്ട്. പിന്നെ പ്രൊണോന് ഫസ്റ്റും സെക്കൻഡും എന്തായി മാറും? തേർഡായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. ഈ നിയമം വ്യക്തമായിട്ട് നിങ്ങൾക്കൊരു സെന്റൻസ് കാണുമ്പോൾ ഓർമ്മ വരണം. സ്പീച്ച് മാർക്കേഴ്സ് കുത്തും കോമയും പുള്ളികളൊക്കെ എടുത്ത് ഒഴിവാക്കുക. ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ റിക്വസ്റ്റഡ്, ഓർഡേർഡ്, ആസ്ക്ഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തേർഡ് വേണോ? ഇൻഫിനിറ്റീവ് ആക്കണം. അതിലെ മെയിൻ വെർബിനെ തപ്പിപ്പിടിച്ച് അതിന്റെ നേരെ ഫ്രണ്ടിലോട്ട് ടു എഴുതി കൊടുക്കണം. ഫോർത്ത് വേണോ? അതിൽ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഉണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കിയിട്ട് അത് തേർഡ് പേഴ്സൺ ആക്കി മാറ്റണം. ക്ലിയർ ആയേ? വെറും 4 നിയമങ്ങൾ ഉണ്ടെങ്കിൽ എക്സാമിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിൽ ഫുൾ മാർക്ക് വാങ്ങാൻ സാധിക്കും. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന മാർക്കുകളാണ്. അത് നമ്മൾ ചെറുതായിട്ട് ആ സെന്റൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞ് ഒരു സിമ്പിൾ ആയിട്ട് 4 നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെങ്കിൽ പിന്നെ അത് നമുക്ക് കിട്ടുന്ന മാർക്കല്ലേ. വെറുതെ നമ്മളത് കളയരുത്. നോക്കാം. ദ പൈലറ്റ് കണ്ടു അല്ലെ? പൈലറ്റിന്റെ തൊട്ടപ്പുറത്ത് ഇവിടെ 2 സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് അങ്ങ് കളഞ്ഞു. ഓക്കെ അല്ലെ? അതും അവിടെ മാത്രമല്ല, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എടുത്തിട്ട് കളയുകയാണ്. ഇതൊക്കെ ഈ ഫുൾ സ്റ്റോപ്പ് വേണം. ബാക്കിയൊക്കെ എടുത്തിട്ട് നമ്മൾ കളയും. ഇൻവെർട്ടർ കോമയും 2 കുത്തും ഒക്കെ എടുത്ത് ഒഴിവാക്കിട്ടോ. ഇനി അടുത്തത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് ആണോ ഓർഡേർഡ് ആണോ? അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് അവർ റിക്വസ്റ്റ് ചെയ്യാണ് നമ്മളോട്. എന്ത് ചെയ്യാ? അപ്പൊ നമുക്ക് മീനിങ് ഒന്ന് ഓർക്കണം. ഓക്കെ, മീനിങ്ങിൽ അവർ പറയുന്നുണ്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട് ഇരിക്കുക എന്നുള്ളത് റിക്വസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതിൽ എന്ത് കൊടുത്തു? റിക്വസ്റ്റഡ് കൊടുത്തു അല്ലെ? പിന്നെ ഇത് ആരോടാണ് പറയുന്നത്? അത് വേണം. ആരാണ്? ദ പാസേജേഴ്സ്. എന്താണ്? പാസേജേഴ്സ്. ദ പാസേജേഴ്സിനോടാണ് പറയുന്നത്. അപ്പൊ ഈ കൈൻഡ്ലി എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഒഴിവാക്കും. ദ പാസേജേഴ്സ്. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതാ ടു റിമൈൻ സീറ്റഡ്. എന്താണ്? ഇതാണ് ഇതിന്റെ മെയിൻ വെർബ് അല്ലെ? ഇതിന് മുമ്പിലോട്ടാണ് ഞാൻ ഇൻഫിനിറ്റീവ് ചേർക്കണം എന്ന് പറഞ്ഞത്. നോക്കിയേ, ടു ചേർത്ത് കൊടുത്തു. പിന്നെ ഇതേപോലെ അങ്ങ് എഴുതി പോവും. ഓക്കെ,
അതിൽ ഇവിടെ വരുമ്പോഴാണ് സീറ്റഡ് സീക്വൻസ് വേർഡ് സ്വിച്ച്ഡ് ഓഫ് അല്ലെ. 6 വേറെ ആയിട്ട് മാറും മക്കളെ കേട്ടോ. അതൊക്കെ അതിന്റെ നിയമങ്ങളാണ് കേട്ടോ. 6 വേറെ ആയിട്ട് മാറിയത് പാസ്റ്റ് അല്ല പ്രസന്റ് എന്തായിട്ട് മാറും? പാസ്റ്റ് ആയിട്ട് മാറും അല്ലെ. ഈസ് ആം 6 എന്തായിട്ട് മാറും? വാസും വേറും ആയിട്ട് മാറും. ഓക്കെ, ഈസ് ആയിരുന്നെങ്കിൽ വാസാകും. ഇവിടെ 6 ആയതുകൊണ്ട് വേറാണ് കേട്ടോ. അത് അതിലെ ടെൻസിൽ വരുന്ന മാറ്റം. ഓക്കെ, ക്ലിയർ. Then traffic police officer ഡു നോട്ട് പാർക്ക് ഹിയർ എന്ന് പറഞ്ഞു. ഇവിടെ പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് പിന്നെ എന്തായാലും ട്രാഫിക് പോലീസ് അല്ലേ, നമ്മളോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓർഡർ ആണ് കൊടുക്കേണ്ടത്, നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും അല്ലെ. ഇനി നമുക്ക് നമ്മുടെ നിയമങ്ങൾ നോക്കാം. ട്രാഫിക് പോലീസ് എഴുതി. ഇനി ഇവരെയൊക്കെ എടുത്ത് ഞാനങ്ങ് കളഞ്ഞു. എന്നിട്ട് എന്ത് കൊടുക്കും? പിന്നെ ഓർഡേർഡ് എന്ന് കൊടുത്തു. പിന്നെ അത് ആരോടാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഡ്രൈവറോടാണ്. ഓർഡർ ദ ഡ്രൈവർ നമ്മൾ മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതണം. ഇതിന് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നോട്ട് ടു പാർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ് നോട്ട് ടു പാർക്ക് ഹിയർ അല്ലെ, അവിടെ പാർക്ക് ചെയ്യരുത്. അപ്പൊ നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ടാണ് ഇവിടെ നോട്ട് കൊടുത്തിട്ട് ടു പാർക്ക് എന്ന് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ ഹിയർ എന്തായി മാറിയിട്ടുണ്ട്? ദേർ ആയിട്ടുണ്ട്. ഹിയർ ദേർ ആവട്ടോ. ഇത് നിങ്ങൾ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ക്ലാസ് പോയിട്ട് കാണുക. അപ്പൊ നിങ്ങൾക്ക് അറിയും എന്തൊക്കെ മാറ്റണം. ഹിയർ ദേർ ഇങ്ങനെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട്. അതൊക്കെ എന്താ പറയാ, നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട വേർഡ്സുകളാണ് കേട്ടോ. അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു നിയമങ്ങളേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇതൊന്ന് പോസ്റ്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഈ ക്ലാസ് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് നിങ്ങൾ ആ റിപ്പോർട്ട് സ്പീച്ച് ഒന്ന് ഓടിച്ചിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ അത് നോട്ട് ചെയ്ത് വന്നതിന് ശേഷം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറ്റാൻ കഴിയും. ക്ലിയർ. ദെൻ ടീച്ചർ കീപ് യുവർ ക്ലാസ് റൂം നീറ്റ് ആൻഡ് ടൈഡി അല്ലെ. ക്ലാസ് റൂം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞു. നമുക്ക് എഴുതി നോക്കാം മക്കളെ. നമ്മൾ ടീച്ചറിന് എഴുതി കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ എടുത്ത് ഒഴിവാക്കും. എന്നാൽ ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യും. അപ്പൊ നമ്മൾ അഡ്വൈസ്ഡ് എന്ന് കൊടുക്കണം കേട്ടോ. അത് നമ്മുടെ മൈൻഡിൽ ആ സെന്റൻസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് സെന്റൻസിന്റെ മീനിങ് നോക്കിയിട്ട് വേണം അത് ഓർഡർ ആണോ, റിക്വസ്റ്റ് ആണോ, ആസ്ക്ഡ് ആണോ, അഡ്വൈസ്ഡ് ആണോ ചേർക്കാം. ടീച്ചേഴ്സ് അഡ്വൈസ് ചെയ്യാ അല്ലെ. എന്നിട്ട് എന്ത് പറയുന്നത്? ഹെയർ സ്റ്റുഡൻസ് അല്ലെ, അവരുടെ സ്റ്റുഡൻസിനോടല്ലേ ടീച്ചേഴ്സ് പറയുള്ളൂ. ടു കീപ് എന്താണ്? ടു കീപ് ദയർ യുവർ എന്തായി മാറും? യുവർ എന്തായിട്ട് മാറും മക്കളെ? ദയർ ക്ലാസ് റൂം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ. യു ദയർ ആയിട്ട് മാറും. അതുപോലെ ഇവിടെ കീപ്പ് എന്ന് പറയുന്ന മെയിൻ വെർബിനെ ഇൻഫിനിറ്റീവ് ആക്കി ടു കീപ്പ് ആക്കി. ക്ലിയർ. ദെൻ ആക്ടിവിറ്റി 3. Read the sentence from the sag of the Tiffin carriers അല്ലെ. അതിലെ ഒരു സെന്റൻസ് ആണ്. This makes it virtually impossible for the average employee to live near the place of the work anywhere in the Mumbai അല്ലെ. മുംബൈയിലുള്ള ആ പ്ലേസിൽ ഒരു ആവറേജ് സിറ്റിസണ് അവിടെ താമസിക്കുക എന്നുള്ളത്, നിയർ ആയിട്ട് ജോലി ചെയ്ത സ്ഥലത്ത് താമസിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. What function do the words given in the bold type serve in the above sentence discuss? Such words are termed as the prepositions അല്ലെ. ഇതില് കുറച്ച് വേർഡുകളൊക്കെ ഉണ്ട് അല്ലെ. അത് ഇതിന്റെയൊക്കെ യൂസ് എന്താണെന്ന് ചോദിച്ചത്. അത് നമ്മുടെ പ്രിപ്പോസിഷൻസ് ആണ് അല്ലെ. പ്രിപ്പോസിഷൻസ് നമുക്ക് പിന്നെ നമ്മൾ എന്നാണോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങിയതായിരിക്കും അല്ലെ. അല്ല, നമ്മുടെ KG സെക്ഷൻ മുതൽ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണോ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത്, ഇംഗ്ലീഷ് ഭാഷ എന്നാണോ പഠിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ നമ്മുടെ കൂടെ കൂടിയിട്ടുള്ള ആളാണ് ഈ പ്രിപ്പോസിഷൻ അല്ലെ. ടു, ഇന്ന്, ഓണ്, അറ്റ്, അണ്ടർ, ഇഷ്ടം പോലെ അല്ലെ. സോ a preposition may be followed by a noun, pronoun and noun phrase അല്ലെ. പ്രിപ്പോസിഷൻ സ്വാഭാവികമായിട്ട് ഒരു നൗണിനോ പ്രോണോണിനോ ഒരു നൗൺ ഫ്രേസിന്റെ ഒക്കെ ശേഷമായിരിക്കാം മേ ബി വരിക. ഓക്കെ, സാധ്യത പോലെയാണ് പറയുന്നത്. പക്ഷെ 100% അല്ല, ഒരു 90% അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്. പ്രിപ്പോസിഷൻ അതിനെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ഇമ്പോസിബിൾ ഫോർ ഇവിടെ നോക്കിയത് പ്ലേസ് ഓഫ്, ദെൻ എംപ്ലോയി ടു അല്ലെ. നൗണിനോ പ്രോണോണിനോ നൗൺ ഫ്രേസിനോ ഒക്കെ ശേഷമുള്ളൂ പൊതുവെ പ്രിപ്പോസിഷൻസ് വരാറുള്ളത്. നോക്കാം. Read the passage given below on the road safely. ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതൊന്ന് അങ്ങ് വായിക്കാം അല്ലെ മക്കളെ. We need to be aware of the rules and guidance to ensure our safety and the safety of the others while traveling on the road. Always remember to obey traffic signals and signs. Stop at the red light, proceed when the light turn green and the real to pedestrians crossing road, and keep a buffer zone between your vehicles and one head for allowing you sufficient time to react the case of the sudden stop. Moreover, always wear your seat belt when you are in your vehicles. Avoid distractions while driving, such as using your phone
which may take your attention away from the road leading to the accident. ഒരുപാട് പ്രിപ്പോസിഷൻസ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഞാൻ വരച്ചിടാഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് അത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഓഫും ടൂവും ഓഫ്, അതുപോലെ ടു, ഒരുപാട് പ്രിപ്പോസിഷൻ, ബിറ്റ്വീൻ, ഇങ്ങനെ ഒരുപാട് പ്രിപ്പോസിഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും അല്ലെ മക്കളെ. ഇന്നുണ്ട്, ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് ഒക്കെയാണ് ഇതിലൂടെ നമുക്ക് കാണാനുള്ളത്. while walking or cycling, be cautious when you cross the road. Always be alert for incoming vehicles and cross with the cautions while walking alongside the road. It's crucial to stay on the road permanent. Remember, the road safety is everyone's responsibility, whether you are driver, then pedestrians or cyclists. Following these simple rules will help keep our road safe for all, reduce the risk of the accident and ensure the safe. റോഡിലുള്ള സേഫ്റ്റിനെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും അതനുസരിക്കുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു പാസേജ് ആണ്. മീനിങ്ങിനെല്ലാം ഇവിടെ ഇമ്പോർട്ടൻസ് അതിൽ നിന്നുള്ള എന്തിനാണ് പ്രിപ്പോസിഷൻ. അതുകൊണ്ടാണ് മീനിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. പിക്ക് ഔട്ട് ദ പ്രിപ്പോസിഷൻ ഫ്രം ദ പാസേജ് ആൻഡ് പ്ലേസ് ദം ഇൻ ദ ബോക്സസ് ഗിവൻ ബിലോ. അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ടു, ഓഫ്, ഓൺ, അറ്റ്, ഇൻ, ബിറ്റ്വീൻ, ഫോർ, വിത്ത്, ഫ്രം, അലോങ്സൈഡ്. ഇതിൽ പല പ്രിപ്പോസിഷൻസിനും ഒരുപാട് മീനിങ് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ ചില പ്രിപ്പോസിഷൻസിന് ഒരുപാട് മീനിങ്. നമ്മൾ പ്രിപ്പോസിഷൻസിന്റെ ക്ലാസ്സും ഗ്രാമറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിപ്പോസിഷൻസിന്റെ ക്ലാസ്സിൽ ഇന്നും, ഓണ്, അറ്റ്, ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യാ, പോയി കാണാം. ചിലതിനൊക്കെ പിന്നെ വലിയൊരു മീനിങ് ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ ഇങ്ങനെ ഓണ്, അറ്റ്, ഇന്ന്, ഇതിനൊക്കെ ഡിഫറെന്റ് മീനിങ്സ് ഡിഫറെന്റ് സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ആ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് പോയിട്ട് കാണാം കേട്ടോ. നമുക്ക് ഇവിടെ നോക്കാം അല്ലെ. Now example the picture, write a paragraph describing scene using suitable preposition. നിങ്ങൾക്ക് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അലങ്കോലമായിട്ടിരിക്കുന്ന റൂമാണെന്നാണ് തോന്നുന്നത് അല്ലെ. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇങ്ങനെ അലങ്കോലമായിട്ട് റൂം ഇടൂലാന്ന്. യൂസ് ചെയ്യണം, നിങ്ങൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം ഇട്ടിട്ടുള്ള ഒരു അലങ്കോലമായിട്ടിട്ടുള്ള റൂമാ അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ടെഡി ബിയർ ഓണായിട്ട് കിടക്കുന്നത്. കണ്ടോ, താഴെ അണ്ടർ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ മുകളിൽ എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ ഓണ് അല്ലെ. അതുപോലെ ഇൻറ്റു ഉണ്ട്, ഉള്ളിലുണ്ട് അല്ലെ, ഇന്നുണ്ട് അല്ലെ, ഓൺ ഉണ്ട്, ഓൺ ടു ഉണ്ട്, അണ്ടർ ഉണ്ട്, ബിഹൈൻഡ് ഉണ്ട്, നിയർ ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ, ബിറ്റ്വീൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിലൂടെ നിങ്ങൾക്ക് അലോങ് സൈഡ് കാണുന്നുണ്ട് അല്ലെ. ഇൻ ഫ്രണ്ട് ഓഫ് ഉണ്ട്, ബിഹൈൻഡ് ഉണ്ട്, ഫാർ ഉണ്ട്, നിയർ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഒരു വിധം പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യാനുള്ള അത്രയും പിക്ചേഴ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം, മാക്സിമം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. The dress is in the cupboard. Dress is in the cupboard അല്ലെ, കബോർഡിന്റെ ഉള്ളിൽ. With the jackets on the middle shelf, under അല്ലെ, മിഡിൽ ഷെൽഫിന്റെ മുകളിലായിട്ട് pile of the sweaters അല്ലെ, സ്വെറ്റേഴ്സിന്റെ ഒരു കൂട്ടം. ആൻഡ് ലോങ് one is between the two of the coats ഇടയിൽ. The doll is in the sofa's cushions. ആ ഡോള് എവിടെയാണ്, സോഫയുടെ കുഷൻസിന്റെ ഉള്ളിലാണ്. Then beside the pillow, പില്ലോന്റെ സൈഡിലായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ആംറെസ്റ്റ് അല്ലെ, ലെഫ്റ്റ് ആംറെസ്റ്റിന്റെ മുകളിലായിട്ട്. ആൻഡ് നിയർ ദ എഡ്ജ് ഓഫ് ദ സീറ്റ് അല്ലെ. The carpet is on the floor in the living room and beside the table. ടേബിളിന്റെ സൈഡിലായിട്ട് കാർപ്പറ്റ് കേട്ടോ. ഇവിടെ ഓണ് ഉണ്ട് കേട്ടോ, ഓൺ. And the pictures are on the wall. Pictures ഇഷ്ടം പോലെ വോളിൽ കാണുന്നുണ്ട്. Above the shelf, ഷെൽഫിന്റെ മുകളിലായിട്ട്. Next to the book shelf, ബുക്ക് ഷെൽഫിന്റെ നെക്സ്റ്റ് ആയിട്ട്. ആൻഡ് ബിലോ ദ സീലിംഗ്, സീലിംഗിന്റെ താഴെയായിട്ട്. The study table is in the corner of the room against the wall. And the next to the bookshelf, a clock is on the wall, a mirror is with a time piece on the stand അല്ലെ. ഇതൊന്നും അല്ല മക്കളെ, ഇതിലും പ്രൊപ്പോസിഷൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ആഡ് ചെയ്യാൻ കഴിയും കേട്ടോ. അത് മാത്രമല്ല, അതിൽ ഇനി ഒരുപാട് പിക്ചറുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഇനി നിയർ, ഫാർ ഒക്കെ യൂസ് ചെയ്യാം. അതില് ക്ലൗഡ് കാണുന്നുണ്ട്, ഒരുപാട് ഫാർ ആയിട്ട് ക്ലൗഡ് കാണുന്നുണ്ട്. നിയർ, ഫാർ, അതുപോലെ ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ്, ഇങ്ങനെ മുമ്പില്, പിന്നില് അല്ലെ. ഇൻ ഫ്രണ്ട് ഓഫ് മുന്നിൽ, ബിഹൈൻഡ് പിന്നിൽ, നിയർ
അടുത്ത്, ഫാർ, ദൂരെ, ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിൽ ഒരുപാട് അങ്ങനെയുള്ളതും കൂടെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. The passage given below has some errors. Let's edit the errors. അല്ലെ മക്കളെ, എഡിറ്റിംഗ് എപ്പോഴും ഉണ്ടാവുന്നതാണ് അല്ലെ. നോക്കാം. The flight nosed into a cloud. അത് നമ്മൾ ഓൾറെഡി പഠിച്ച പാസേജ് ആണ് അല്ലെ. ആ തുടക്കത്തിൽ അല്ലെ, വെയിറ്റിംഗ് ഫോർ റെയിന്റെ ആദ്യത്തെ പാസേജ് ആണ് അല്ലെ. നോക്കാം. ആൻഡ് വി റോക്ക്ഡ് ഓഫ് ദ ടർബുലൻസ് ഔട്ട്സൈഡ് അല്ലെ, അതിന്റെ ഉള്ളിലൂടെ പോയപ്പോ ടർബുലൻസ് ഉണ്ടായതാണ് പറയുന്നത് കേട്ടോ. എ പെർട്ടിക്കുലർ സൈലൻസ് ക്രെപ്റ്റ് ബിറ്റ്വീൻ ദ പാസഞ്ചേഴ്സ്, മോസ്റ്റ് ഓഫ് whom were young men from the northern India seek the green, the mirrored hues, the green pastures of Kerala, which it seems everything was in the abundance, but a labor force on the train. The plane rocked some more, and somewhere with me a child wailed in fright, and elderly couple alongside who have been chatting incessantly was finally quiet. കാണുന്നുണ്ടാവും നിങ്ങൾക്ക് മിസ്റ്റേക്കുള്ള വേർഡ്സ്. ഇതാ അതിന്റെ തുടക്കത്തിലുള്ള പാരഗ്രാഫാണ്, അതാണ് മീനിങ് പറയാഞ്ഞത്. പാസേജും പാരഗ്രാഫും ആ ചാപ്റ്ററൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചതല്ലേ. മേഘത്തിലോട്ട് പോയപ്പോൾ അത് ഇളകി മറിയുന്നതും, ആളുകളൊക്കെ ടെൻഷൻ അടിക്കുന്നതും, കുട്ടി കരയുന്നതും, വയസ്സായ 2-3 ആളുകൾ അവരുടെ സംസാരം നിർത്തുന്നതും, ഇങ്ങനെയുള്ള അതിലുള്ള ആളുകൾ അവർക്ക് അധികവും ജോലിക്ക് വേണ്ടിയിട്ട് വരുന്നവരും, അതുപോലെ നമ്മുടെ ഗ്രീനറി കാണാൻ വരുന്നവരും ഒക്കെ ഉണ്ട് അതിൽ. ആ ഒരു പാരഗ്രാഫാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിലെ മിസ്റ്റേക്കുകൾ നോക്കാം. ഇവിടെ ഒരു ഓഫ് ഉണ്ട്, ബിറ്റ്വീൻ ഉണ്ട്, വിച്ച് ഉണ്ട്, വിത്ത് ഉണ്ട്, സം ഉണ്ട്, ഹാവ് ഉണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. The flight nosed into a cloud and we rocked off അല്ല, rocked with turbulence ആണ് കേട്ടോ, ഇളക്കത്തോട് കൂടെ. A particular silence crept among the passengers ആണ്, പാസഞ്ചേഴ്സിന്റെ ഇടയിൽ മൊത്തം അവരുടെ ആ കൂട്ടത്തിൽ. ഓക്കെ. Most of whom were young men from northern side to seeking അല്ലെ, എന്താണ് സീക്കിംഗ് ദ ഗാർഡൻ ആണ് കേട്ടോ. ആ ഒരു മിസ്റ്റേക്കും കൂടെ ഇതിലുണ്ട്. നോക്കിയേ. Passengers between the most of the whom were young men from the northern India. ഇവിടെ സീക്ക് എന്നേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, സീക്ക് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സീക്കിംഗ് ദ ഗ്രീൻ എന്നുണ്ട് കേട്ടോ, സീക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത് കൊടുക്കും, ഇവിടെ വരുമ്പോ സീക്കിംഗ് ഗ്രീൻ എന്നും കൂടെ ഉണ്ട് കേട്ടോ. സീക്കിംഗ് ദ ഗ്രീൻ, മൈ മെറിമാഡ് ഹ്യൂസ് ഓഫ് ദ ഗ്രീൻ പാസ്റ്റേഴ്സ് ഓഫ് ദ കേരള, വേർ ഇൻ വിച്ച് എവറിത്തിങ് വാസ് ദ അബണ്ടൻസ് ബട്ട് ദ ലാബേഴ്സ് ഫോഴ്സ് റെയിൻ, ദ പ്ലേസ് ഓർ റോക്ക്ഡ്. മറ്റേ സം അല്ല, ഈ സം മോർ, ആൻഡ് സം വേർ ബിഹൈൻഡ് മീ അല്ലെ, പിന്നിൽ എന്നുള്ളൊരു മീനിങ് ആണ്. എ ചൈൽഡ് വെയ്ഡ് ഇൻ ഫ്രൈറ്റ് ആൻഡ് elderly couples alongside who have been അല്ല, അത് ഇത് പാസ്റ്റ് ആയിരുന്നു കേട്ടോ. പാസ്റ്റ് ആകുമ്പോ ഹാഡ് ബീൻ ചാറ്റിംഗ് ആണ് അല്ലെ, ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, പാസ്റ്റിലാണ് കേട്ടോ. അപ്പൊ ഹാവ് ബീൻ യൂസ് ചെയ്യില്ല, ഹാഡ് ബീൻ ആണ് യൂസ് ചെയ്യുക കേട്ടോ. ആൻഡ് ഇൻസ്റ്റന്റ്ലി വാസ് ഫൈനലി ക്വയറ്റ് അല്ലെ, ചെറുതായിട്ടൊരു പൊടിക്ക് ടെൻസുകളും അതേപോലെ ചെറുതായിട്ട് പ്രിപ്പോസിഷൻസിന്റെ മീനിങ്ങും എല്ലാം, അതുപോലെ സ്പെല്ലിങ്ങുകളും എല്ലാം അറിയണം അല്ലെ. ഒരു ഹോമോഫോൺസ് വന്ന് കയറിയിട്ടുണ്ട്, ഗ്രാമർ പാർട്ട് വന്ന് കയറി, അതുപോലെ പ്രിപ്പോസിഷൻസ് വന്ന് കയറി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടെ ഒരു കാര്യം കൂടെ അറിയണമായിരുന്നു. പാരഗ്രാഫ് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിക്ക്, ചാപ്റ്റർ നന്നായിട്ട് വായിച്ച വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയായിരുന്നു, അതേ പാരഗ്രാഫ് ആയിരുന്നു ക്ലിയർ ചെയ്യാൻ കഴിയായിരുന്നു അല്ലെ. അപ്പൊ അത്യാവശ്യം വലിയ തെറ്റില്ലാത്ത രീതിക്ക് എല്ലാ ഗ്രാമറുകളൊക്കെ അറിയുമ്പോഴാണ് എഡിറ്റിംഗ് ഒന്ന് മൊത്തത്തിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതലും വന്നിട്ടുള്ളത് പ്രിപ്പോസിഷൻസ് ആണ്. ഓക്കെ, then let's converse activity 1. Let's presume that a senior Dambawala gives some suggestions and a new recruitment. കുറച്ച് പുതിയ ആളുകളൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് സജഷൻസ് കൊടുക്കുന്നുണ്ട്. Here are a few of his suggestions. I suggest you board the fast local trains on the Harbour line. We had a better take to consideration heavy traffic in South Mumbai. Don't you think it is a good idea to expand our service to Navi Mumbai? സാധാരണ കോൺവെർസേഷൻ ആണ്. ഇതിൽ ഒരുപാട് സജഷൻസ് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അല്ലെ, നോക്കാം, നമുക്ക് കാണാൻ കഴിയും. ഐ സജസ്റ്റ് യു അല്ലെ, ഞാൻ സജസ്റ്റ് ചെയ്യാണ്. വി ഹാഡ് ബെറ്റർ ടു ടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡോണ്ട് യു തിങ്ക്, നിങ്ങൾ അതിനെ കുറിച്ച്, ആ ഐഡിയയെ കുറിച്ച്, ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ആ സജഷൻസ് പറയാം. നമ്മൾ സജഷൻസ് പറയാം എപ്പോഴും എന്റെ അഭിപ്രായത്തിൽ ഇതാണ്, അങ്ങനെയാണോ നമ്മൾ പറയാറ്? അല്ലല്ലോ. ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ അതായിരിക്കും ബെറ്റർ അല്ലെ. എന്റെ അഭിപ്രായത്തില് അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഐഡിയ ആയിരിക്കും
അങ്ങനെ നമ്മൾ പറയില്ലേ. ഇങ്ങനെ പല രീതിക്കാണ് നമ്മൾ നമ്മുടെ അഭിപ്രായം മറ്റൊരാളോട് പറയാം അല്ലെ. എന്റെ അഭിപ്രായം അതിനെ കുറിച്ച് അല്ലെ, എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ അല്ലെ, ആ ഒരു ഐഡിയ ഇതിലോട്ട് ചെയ്താൽ നല്ലതായിരിക്കും അല്ലെ. ഞാൻ നൽകുന്ന ഉപദേശം എന്തെന്ന് വെച്ചാൽ അങ്ങനെ പല പല രീതിയിലും നമുക്ക് നമ്മുടെ കാര്യം മറ്റൊരാളോട് പറയാൻ കഴിയും അല്ലെ. അല്ലാതെ ഒരു രീതിയിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തന്നെ ഇത്രയും പറയുന്നുണ്ട്, അപ്പൊ ഇംഗ്ലീഷിലും അതുപോലെ തന്നെയാണ്, ക്ലിയർ. അല്ലാതെ നേരിട്ട് പോയിട്ട് ഇതാണ് എന്റെ സജഷൻ അങ്ങനെയല്ലല്ലോ നമ്മൾ സജഷൻ പറയുമ്പോൾ പല രീതിയിലും പറയും അല്ലെ. ഞാനിപ്പോ പറഞ്ഞ പോലെ എങ്ങനെ പറയും, എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അതൊരു നല്ല ഐഡിയ ആയിരിക്കാം. എന്റെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ അത് നല്ലൊരു അഭിപ്രായമാണ്, പക്ഷെ എനിക്ക് ഇങ്ങനെയും കൂടെ തോന്നുന്നു ബെറ്റർ ആയിരിക്കും അല്ലെ. അങ്ങനെ കാണുമ്പോൾ അതൊന്നും കൂടെ നന്നായിരിക്കും. ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് നമ്മുടെ സജഷൻസ് മറ്റൊരാളിലോട്ട് കൊടുക്കാൻ കഴിയും. നമുക്ക് നോക്കാം. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ യൂസ്ഡ് ടു മേക്ക് സജഷൻസ് ഫ്രം ദ അബോവ് സെന്റൻസ്. ഐ സജസ്റ്റ് യു, വി ഹാഡ് ബെറ്റർ, ഡോണ്ട് യു തിങ്ക് അല്ലെ. അതിനെ കുറിച്ചൊക്കെയാണ് അവിടെ അതിലുള്ളത്. നോക്കാം. The following are a few other expressions used to make suggestions. സജഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കൂടുതൽ പൊളൈറ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡുകളാണ് ഇത്. നോക്കാം. ഹൗ അബൌട്ട്, അതിനെ കുറിച്ച് എങ്ങനെയുണ്ട്, ഹൗ അബൌട്ട് അതെങ്ങനെയുണ്ട്, അതെങ്ങനെ ഉണ്ടാവും. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് ഹൗ അബൌട്ട് അല്ലെ, വൈ ഡോണ്ട് വി, എന്തുകൊണ്ട് അതായിക്കൂടെ നമുക്ക്, കുഡിന്റ് വി അല്ലെ, ചെയ്തുകൂടെ. ഡസ് ഇറ്റ് മാറ്റർ ഇഫ് വി, വുഡ് യു ലൈക്ക് ടു, ലെറ്റ്സ് ഗോ, നമുക്ക് ഒരുമിച്ച്, ഇങ്ങനെയുള്ള എല്ലാ സജഷൻസ് ആണ്. വാട്ട് അബൌട്ട് ദാറ്റ്, അതിനെ കുറിച്ച് എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. ഹൗ ഡു യു ഫീൽ അബൌട്ട്, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ പല രീതിയിലും നമ്മുടെ സജഷൻസ് ചോദിക്കുന്ന രീതിയാണ് അല്ലെ. അത് നമുക്ക് രണ്ട് രീതിക്ക് ഉണ്ടല്ലേ, നമുക്ക് ഇങ്ങോട്ട് ചോദിക്കുന്നതുകൊണ്ട്, നമ്മൾ സജഷൻ ഇങ്ങോട്ട് വാങ്ങുന്നതുകൊണ്ട്, സജഷൻ നേരിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന രീതിയുണ്ട് അല്ലെ. നോക്കാം. നൗ ഫാൻസി യുവർ സെൽഫ് ആസ് എ senior Dambawala provided suggestion to new recruitment using the expressions given above. Draft the sentence you would use. You may also explore other expressions to make sense അല്ലെ. ഇവിടെ ഡംബവാല യൂസ് ചെയ്ത കുറച്ച് എക്സ്പ്രഷൻസ് ആണ്, നമുക്കും കുറച്ചൊക്കെ ആഡ് ചെയ്യാം. ഹൗ അബൌട്ട് മൂവിങ് ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെ, വളരെ മോർണിംഗിൽ തന്നെ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ് സജഷൻസ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഗോയിങ് ബൈ ട്രെയിൻ, ട്രെയിനിൽ പോകുന്നതിനെ കുറിച്ചുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നല്ലേ, അതിനെ കുറിച്ച് ചിന്തിക്കാം. എന്താണ്. Does it matter if a customer is asking you to wait? കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ പറയുന്നത് ഒരു മാറ്റർ ആണോ? ഒക്കെ സജഷൻസ് ആണ്. The new Dambawala has the freedom to accept or decline the suggestions of a senior. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സജഷൻസ് അത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം, അത് നമുക്ക് ഒഴിവാക്കാനും അല്ലെ, നമുക്ക് നിഷേധിക്കുകയും ചെയ്യാം. How will he do it? Let's go through the few expression. Accepting and receiving അല്ലെ, ഉൾക്കൊള്ളുന്നതും അതേപോലെ നമ്മൾ ഒഴിവാക്കുന്നതും അല്ലെ. എന്തൊക്കെയാണ്? അക്സെപ്റ്റ് ചെയ്യുന്നതും സ്വീകരിക്കുന്നതും ഡിക്ലൈൻ ചെയ്യുന്നതും നിഷേധിക്കുന്ന രീതിയിലുള്ള സജഷൻസും ഉണ്ട്. അപ്പൊ നമുക്ക് അക്സെപ്റ്റിംഗ് സജഷൻസും ഉണ്ട്, ഡിക്ലൈനിങ് സജഷൻസ് അല്ലെ, റിഫ്യൂസിങ് നിഷേധിക്കുന്ന സജഷൻസും ഉണ്ട്, സ്വീകരിക്കുന്നതും ഉണ്ട്, ഒഴിവാക്കുന്ന രീതിയിലും രണ്ട് രീതിയിലുള്ള സജഷൻസ് ഉണ്ട്. നോക്കാം. ഇത് അക്സെപ്റ്റിംഗ് ആണ്, ഇത് സ്വീകരിക്കുന്ന സജഷൻസ്. ഷുവർ, ലെറ്റ്സ്, ഓക്കെ ഷുവർ, നമുക്ക് എന്താ ചെയ്യാം, തീർച്ചയായിട്ടും അത് ചെയ്യാം. അത് നമ്മൾ ആ സജഷൻസ് സ്വീകരിക്കുകയാണ്. യെസ് ഐ ഡി ലൈക്ക് ടു, യെസ് ഐ ലവ് ടു എന്നൊക്കെ സ്വീകരിക്കുകയാണ്. വാട്ട് എ ഗുഡ് ഐഡിയ, എന്തൊരു അടിപൊളി ഐഡിയ അല്ലെ എന്ന് പറഞ്ഞത് സ്വീകരിക്കുകയാണ്. then why not, എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാം. യെസ് വിത്ത് എ പ്ലഷർ, വളരെ സന്തോഷത്തോടെ കൂടിയിട്ട് അത് ശരിയാണ് എന്ന് പറയുന്ന രീതി അല്ലെ. യെസ് ദാറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ, അതൊരു നല്ല ബാഡ് ഐഡിയ ഒന്നല്ല, നമുക്ക് ഓക്കെ ആണെന്ന അർത്ഥത്തിൽ. ദാറ്റ് സൗണ്ട് ലൈക്ക് എ ഗുഡ് ഐഡിയ, അത് അടിപൊളി ഐഡിയ ആണെന്ന്. ഇതൊക്കെ എന്താണ് സ്വീകരിക്കുക. ഇനി എതിർക്കും ചെയ്യാം, നമുക്ക് വേണ്ടാന്ന് വെക്കാം. എങ്ങനെ? റെഫ്യൂസ് ചെയ്യാണ് കേട്ടോ, ഡിക്ലൈൻ ചെയ്യാം. നോ ലെറ്റ്സ് നോട്ട്, ഇല്ല അത് എന്തായാലും നടക്കില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. വെൽ ഐ ഡു നാദർ അല്ലെ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്, അതും പറയാം. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് ഐഡിയ, ആ ഐഡിയനെ കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഐ എം നോട്ട് വെരി കീൻ ഓൺ, അതിനെ കുറിച്ച് ഞാൻ അത്രത്തോളം കീൻ ഓൺ അല്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ നോട്ട് വർക്ക്, ഞാൻ വിചാരിക്കുന്നത് ഇത് വർക്കാവില്ല. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. എന്താണ്? സ്വീകരിക്കാതിരിക്കുകയാണ്, സജഷൻസ് റിഫ്യൂസ് ചെയ്യാണ്. അപ്പൊ സജഷൻസ് അക്സെപ്റ്റ് ചെയ്യാനും ഒരുപാട് വേർഡുകളുണ്ട്, സജഷൻസ് റിഫ്യൂസ് ചെയ്യാനും ഒരുപാട് വേർഡുകളുണ്ട്. ലെറ്റ്സ് പെർഫോം. Write a likely conversation between the senior Dambawala and the new recruitment using the expression above. Any other of your choices you may role play same other class. നമ്മളിപ്പോ പഠിച്ച
സജഷൻസ് ഉണ്ട് അല്ലെ. എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്നതുണ്ട്, റെഫ്യൂസ് ചെയ്യുന്ന സജഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ഒരു കോൺവെർസേഷൻ ഇവിടെ ഒന്ന് വൃത്തിയായിട്ട് ഫില്ല് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നോക്കാം. ഡംബാവാല, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ഡ്രീം. ഐ എം ജോൺ. ഐ ഹാവ് ബീൻ ഡംബാവാല ഫോർ 50 years. വാട്ട്സ് യുവർ നെയിം? ഓക്കെ, അപ്പൊ ന്യൂ റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള വ്യക്തി പറയാണ്, ഗുഡ് മോർണിംഗ് സാർ, മൈ നെയിം ഈസ് അപ്പു. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി ഹിയർ. ഐ എം എക്സൈറ്റഡ് ടു ലേൺ. അല്ലെ, ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി ഹിയർ എന്ന് പറഞ്ഞ എന്താണ്? അക്സെപ്റ്റിംഗ് സജഷൻ ആണ് കേട്ടോ. Then John, good to meet you. And being a Dambawala is a respectable job, but it's so very easy to demanding. Time management, accuracy are crucial. ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ജോബാണ്. Have you been briefed on how our system works? അല്ലെ, ഞങ്ങളുടെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ asking suggestions ആണ് കേട്ടോ. Then yes, I have heard a bit about it. It's a complex network with a coding for different trains and trains. അല്ലെ, നിങ്ങൾ ഇതിനെ കുറിച്ചും നിങ്ങളുടെ കോഡിംഗ് വർക്സിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ. Exactly, we use a system of symbols and codes to ensure each tiffin carries the correct representation. It's a well-oiled machine, but it requires everyone to be let me show you how we pack the code of Dambavalas. അല്ലെ, ഞങ്ങൾ നിങ്ങളുടെ ഡംബാവാല കോഡിനെ കുറിച്ചൊക്കെ കാണിക്കട്ടെ, ഇതൊരു അടിപൊളി സംഭവമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അല്ലെ. John shows Appu the coding system and how the Dambavas are the packer. ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയാണ് ക്രെഡിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ജോൺ പറയാണ്, സി ഈച്ച് ഡംബാവാലാസ് എ യുണീക് കോഡ്. ഓരോരുത്തർക്കും ഓരോ യുണീക്ക് ആയിട്ടുള്ള കോഡ് ഉണ്ട് അല്ലെ. ദിസ് വൺ ഫോർ ഇൻസ്റ്റൻസ് ഇസ് മാർക്ക്ഡ് വിത്ത് 00. ഇത് നോക്കി, ഇതെന്താണ് 00 മാർക്ക് ചെയ്തിട്ടുണ്ട്. യെസ് അപ്പു, യെസ് സാർ, വിത്ത് പ്ലഷർ, ഐ എം റെഡി ടു വർക്ക് വിത്ത് യു. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇതിൽ ഒരുപാട് സജഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അക്സെപ്റ്റ് ചെയ്യുന്നതും ഉണ്ട്, അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരുപാട് സജഷൻസ് ഉണ്ട്. നോക്കാം. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ. വിൽ ഇറ്റ് റെയിൻ ടുനൈറ്റ്? മഴ പെയ്യാൻ സാധ്യതയുണ്ട് രാത്രി. അപ്പൊ മദർ, ഐ എം നോട്ട് ഷുവർ. അല്ലെ, എനിക്ക് ഉറപ്പില്ല. മേക്ക് എ ഗസ്. അപ്പൊ എന്താ പറയാ, ഗസ് ചെയ്യും. ഗസ് അടിച്ചോളി മക്കളെ അല്ലെ. ഇഫ് ഐ ഹാഡ് ടു ടേക്ക് എ ഗസ് ഐ വുഡ് സേ ഇറ്റ് വുഡ് ബി റെയിൻ ടുനൈറ്റ്. ഞാൻ അങ്ങനെ ഗസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുമായിരിക്കും. വാട്ട് ഡു ദ വേർഡ്സ് ഗിവ് ഇൻ ദ ഇറ്റാലിക് കൺവേ? ഇതൊക്കെ എന്താണ് മക്കളെ? ഇതൊക്കെ എന്താണ്? ഗിവ് എ വാർണിംഗ് ആണ്, മേക്ക് എ സജഷൻസ് ആണോ, എക്സ്പ്രസ് ഗസ് അല്ലെ? ഇതെന്താണ് മക്കളെ? ഗസ്. ഇതൊക്കെയാണ് എന്താണ് മക്കളെ? ഗസ് ചെയ്യുക. ഇനി അടുത്ത നമുക്ക് അതാണ് വരുന്നത്. എന്താണ് ഗസ് ചെയ്യുക? നിങ്ങൾ സ്വയം ഗസ് ചെയ്യാറുണ്ട്, മറ്റുള്ളവരോട് ഗസ് ചെയ്യാൻ പറയാറുണ്ട് അല്ലെ. നമ്മൾ പറയാറില്ലേ, ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു മിക്കവാറും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരിക്കും ഗസ് ചെയ്യാൻ നിങ്ങൾ അല്ലെ. എന്നിട്ട് നിങ്ങൾ ഫ്രണ്ട്, എന്താ എന്റെ അഭിപ്രായം, നീ ഒന്ന് ഊഹിച്ചു നോക്കിയും, എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ അവർ ചോദിക്കാം, അവരും ഗസ് ചെയ്യാൻ നമ്മൾ പറയാണ്, അപ്പൊ അവരും ഗസ് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഗസ്സുകൾ ഉണ്ട് അല്ലെ. നമ്മൾ ഊഹിക്കുക അല്ലെ, പ്രഡിക്ഷൻ ചെയ്യാം. നോക്കാം. റീഡ് ദ എക്സ്പ്രഷൻ ഗിവൻ ബിലോ. സം ഓഫ് ദം ആർ യൂസ്ഡ് ടു ആസ്ക് പീപ്പിൾ ടു ഗസ് സംതിങ് അല്ലെ. ഇവിടെ ആളുകളോട് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറയുന്നുണ്ട്, എന്തിനെങ്കിലും കുറിച്ച്. ദ അതേഴ്സ് ആർ യൂസ്ഡ് ടു മേക്കിംഗ്. സ്വയം ഗസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൻ. നോക്കാം. ക്യാൻ യു ഗസ്? നിനക്കത് ഗസ് ചെയ്യാൻ കഴിയും? ഐ ഗസ്. ഞാന് ഗസ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ അല്ലെ, ഞാൻ ഊഹിക്കുന്ന എന്തെന്ന് വെച്ചാൽ, മൈ ഗസ് ഈസ്, എന്റെ ഊഹം ഇതാണ്. ഐ ഹാവ് എ ഗസ്. അല്ലെ, ഗസ് ഉണ്ട്, ഒരു കറക്റ്റ് ആയിട്ട് ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഐ വുഡ് സേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, ഇതൊക്കെ എന്താണ്? ഒരു ഗസ് ആണ് അല്ലെ. ചാൻസസ് ആർ, ചാൻസ്, എനിക്ക് തോന്നുന്നു അതിനുള്ള ചാൻസ് ആണ്, അങ്ങനെ നമ്മൾ പറയില്ലേ. ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ് ഐ തിങ്ക്, എന്റെ തലയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, എന്റെ തലമണ്ടയിൽ ഉദിക്കുന്ന കാര്യം ഗസ് ആണ്. ഗസ് വാട്ട്? an expression that introduces a surprising piece of news information. ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കേട്ടോ. പ്രോബബ്ലി, സാധ്യത അല്ലെ. പ്രോബബ്ലി പറഞ്ഞാലും ഒരു ഗസ്സിംഗ് ആണ് അല്ലെ. സാധ്യത പറയാന്ന് പറഞ്ഞാൽ ഗസ്സിങ് അല്ലേ, പ്രഡിക്ഷൻ ആണ്. മേ ബി പറഞ്ഞാൽ എന്താ? സാധ്യത, നടക്കാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഗസ്സുകളാണ് അല്ലെ. സത്യം പറഞ്ഞാൽ ഊഹിക്കുക, അതിന് തന്നെയാണ് ഈ ഗസ് കൊണ്ടുള്ള കളി. അതിന് പ്രോബബിലിറ്റി, അതുപോലെ പ്രഡിക്ഷൻ, സാധ്യത, വരാൻ പോകുന്നത്, ഊഹാപോഹങ്ങൾ, ഇങ്ങനെ പലതും പറയും. അപ്പൊ ഗസ് ചെയ്യുക, ഊഹിക്കുക. നോക്കല്ലേ മക്കളെ. ആസ്കിംഗ് പീപ്പിൾ ടു ഗസ്, ഇവിടെ ആളുകളോട് ഗസ് ചെയ്യാൻ വേണ്ടിട്ട് പറയാണ്. ഇതോ മേക്കിംഗ് ഗസ് ആണ്. നോക്കാം. ക്യാൻ യു ഗസ്? അത് ഗസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അത് ഊഹിച്ച് പറയാൻ കഴിയും? ഹാവ് എ ഗസ് അല്ലെ. ഗസ് വാട്ട്? എന്താ അല്ലെ. അപ്പൊ അടുത്താണ് ഐ ഗസ്. മൈ ഗസ് ഈസ്, ഐ വുഡ് സേ ചാൻസസ് ആർ
ഓഫ് ദ ടോപ്പ് ഓഫ് മൈ ഹെഡ് പ്രോബബ്ലി മേ ബി. ഇത്രയും അതിലുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഗസ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഗസ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്വയം. ക്ലിയർ? കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽസ് അല്ലെ മക്കളെ. ഇനി ക്രോസ് വേർഡ് പസിൽസ് ഉണ്ട്, കുറച്ച് ലോകത്തെ കുറിച്ച് അറിയാല്ലേ മക്കളെ, രാജ്യങ്ങളെ കുറിച്ചുള്ള ഗസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കേട്ടോ, പസിൽ ചെയ്യാനുള്ളത്. ഓരോ രാജ്യത്തിനും നിങ്ങൾക്ക് അറിയാവുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവര് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, ദ ലാൻഡ് ഓഫ് യൂണിറ്റി ഇസ് ഡൈവേഴ്സിറ്റി ആൻഡ് ദ താജ്മഹൽ അല്ലെ. താജ്മഹൽ എന്ന് കേട്ടാൽ പിന്നെ നിങ്ങൾക്ക് ആ രാജ്യം അറിയാൻ ഒരു പ്രയാസമല്ല. നമ്മുടെ സ്വന്തം അല്ലെ, ഐക്യം ഉള്ള നമ്മുടെ സ്വന്തം രാജ്യം അല്ലെ, എന്താണ്? ഇന്ത്യ. ഓക്കെ. Then the land of the rising sun and cherry blossom എന്നറിയപ്പെടുന്നത് എവിടെയാണ് മക്കളെ? ജപ്പാനിലാണ് കേട്ടോ. Then the Alps mountains define the South American nation. ഏതാണ്? അർജന്റീന. The land of the maple syrup and the CN tower. CN ടവറും അതുപോലെ അതുപോലെ മാപ്പിൾ സിറപ്പ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? കാനഡയിൽ കാണാൻ സാധിക്കും. The earliest human lived in this continent with its magnificent diversity of the wildlife. എവിടെ? വൈൽഡ് ലൈഫ്, കാടൻ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആരും ഓർമ്മ വരും മക്കളെ? ആഫ്രിക്ക ഓർമ്മ വരും അല്ലെ. The land of the ancient pyramid and the sphinx അല്ലെ. പിരമിഡുകൾ എവിടെയാണുള്ളത് മക്കളെ? ഈജിപ്തിലാണ് അല്ലെ. ഓക്കെ. Then down താഴോട്ടാണ്. Where Gangaru is the colosseum കാണുന്ന എവിടെ തന്നെയാണ്? ഗംഗാരുകളെയൊക്കെ കൂടുതൽ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണം മക്കളെ? ഓസ്ട്രേലിയ കേട്ടോ. Then the teardrop shaped island in Indian Ocean എന്നറിയപ്പെടുന്നത് എന്താണ്? തുള്ളിയുടെ രൂപത്തിൽ, മയത്തുള്ളിയുടെ രൂപത്തിൽ നമുക്ക് ഗ്ലോബിൽ കാണുന്നത് ആരെയാ മക്കളെ? നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നോക്കുമ്പോൾ ഒരു മയത്തുള്ളി പോലെ നിൽക്കുന്ന ഷേപ്പിലുള്ളത് ഏതാണ്? അത് ശ്രീലങ്കയാണ് കേട്ടോ. The Great Wall was built in this ancient അല്ലെ, ചൈന ഏറ്റവും വലിയ മതില് അല്ലെ, വൻമതില് അല്ലെ, ചൈനയിലെ വൻമതില്. ഓക്കെ. Then the river Thames flows through the island and the iconic red double decker buses, black taxis cabs ഉള്ളത്, iconic red റിവർ തേംസ് ഒഴുകുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലൂടെ. This is the home of the Hollywood and the Statue of the Liberty അല്ലെ. ഹോളിവുഡിന്റെ വീട്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ ഉള്ളത് എവിടെയാ മക്കളെ? അമേരിക്കയിലാണ് കേട്ടോ. The largest country on earth spanning 2 continents. ഏറ്റവും വലിയ ലാർജസ്റ്റ് കൺട്രി എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ കിട്ടും അത് ഏതാണ്? റഷ്യ ആണ് അല്ലെ. This nation can boast of the Amazon rainforest and the famous carnival. എവിടെയുള്ളത്? ബ്രസീലിലാണ് അല്ലെ. Then the Eiffel Tower stand tall here. എവിടെയാണ്? ഫ്രാൻസിലാണ് അല്ലെ. നോക്കാം, ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെല്ലിംഗ് നോക്കി കറക്റ്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ കറക്റ്റ് പോലെ നമുക്ക് ആ സ്ക്വയറിൽ മുഴുവിക്കാൻ കഴിയില്ല. നോക്കാം, ക്രോസ് ഏതൊക്കെയാണ്? ഇന്ത്യ, ജപ്പാൻ, അർജന്റീന, കാനഡ, ആഫ്രിക്ക, ഈജിപ്ത്. ദെൻ ഡൗണിലോട്ടോ ഓസ്ട്രേലിയ, ശ്രീലങ്ക, ചൈന, ഇംഗ്ലണ്ട്, അമേരിക്ക, റഷ്യ, ബ്രസീൽ, ഫ്രാൻസ്. ക്ലിയർ? അപ്പൊ കുറച്ചൊക്കെ രാജ്യത്തെ കുറിച്ച് അറിയാനായി അല്ലെ. നോക്കാം. ലെറ്റ്സ് ടീം അപ്പ് ഗ്രൂപ്പ് പ്രൊജക്ട്. ഒരു ചെറിയ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആണ് കേട്ടോ മക്കളെ. ഇത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യാനുള്ളതാണ്. കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് എഴുതി തയ്യാറാക്കേണ്ടതാണ് കേട്ടോ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഓഫ് യുവർ ഫ്രണ്ട്സ് ഇൻ ദിസ് ക്ലാസ് അല്ലെ. നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഭക്ഷണ രീതികളെ കുറിച്ച്, ഭക്ഷണ ശീലങ്ങളെ കുറിച്ചൊക്കെ ഉള്ള, ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ആണ് ചെയ്യാനുള്ളത്. ഷാൽ വി കണ്ടക്ട് സർവേ? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർവേ കണ്ടക്ട് ചെയ്യേണ്ട. ഓരോരുത്തരുടെയും ഭക്ഷണ രീതികളും കാര്യങ്ങളും അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സർവേ കണ്ടക്ട് ചെയ്യണം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിസ്കസ്? എന്തൊക്കെയാണ് അതിന് വേണ്ട സ്റ്റെപ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടോക്ക് ടു സം ഓഫ് യുവർ ഫ്രണ്ട് അബൌട്ട് ദെയർ ഫുഡ് പ്രിഫറൻസ് ആൻഡ് ഫേവറേറ്റ് ഡിഷസ് അല്ലെ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അവരുടെ ഫേവറേറ്റ് ഡിഷസും അതുപോലെ അവരുടെ ഫുഡ് പ്രിഫറൻസും, അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡിനെ കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം. ദെൻ സെക്കൻഡ് വൺ, ഐഡന്റിഫൈ ദെയർ ഫുഡ് ഹാബിറ്റ്സ് ഫ്രം ദ ഡിസ്കഷൻ അല്ലെ. അവരായിട്ടുള്ള ഡിസ്കഷൻ ചെയ്യുന്ന, അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ അവരുടെ ഫുഡ് ഹാബിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് പ്രിപ്പയർ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ ദ സർവേ അമംഗ് യുവർ ക്ലാസ് ആൻഡ് സ്കൂൾമേറ്റ്സിലും ക്ലാസ്സിലൊക്കെ മൊത്തത്തിൽ ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ.
Then edit and finalize the questionnaire. അല്ലെ questionnaire എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാക്കുക, അതാണ് questionnaire അല്ലെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ എഡിറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഒരു questionnaire തയ്യാറാക്കാം. കണ്ടക്ട് ഇന്റർവ്യൂസ് യൂസിങ് ദ questionnaire ആൻഡ് റെക്കോർഡ് ദ റെസ്പോൺസ് അല്ലെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, questionnaire യൂസ് ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂസ് തയ്യാറാക്കാം. എന്നിട്ട് അതിന്റെ റെസ്പോൺസ് എഴുതി റെക്കോർഡ് ചെയ്ത് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. അനലൈസ് ദ ഡേറ്റ ആൻഡ് കൺസോളിഡേറ്റ് കെയർഫുള്ളി. ആ ഡേറ്റ ഒക്കെ വൃത്തിയായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ചിലതിന് ഓപ്ഷൻസും എസ് ഓർ നോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടാവും അല്ലോ. Then edit and correct the report with the help of your teachers. ഇതൊക്കെ തയ്യാറാക്കിയിട്ട് ടീച്ചറിന്റെ സഹായത്തോട് കൂടിയിട്ട് അത് വൃത്തിയായിട്ട് തെറ്റുകളൊക്കെ തിരുത്തുക കേട്ടോ. പബ്ലിഷ് ദ റിപ്പോർട്ട് ഓഫ് യുവർ ക്ലാസ് ആൻഡ് സ്കൂൾ മാഗസിൻ. എന്നിട്ട് അത് ക്ലാസ്സിലോ സ്കൂൾ മാഗസിനിലൊക്കെ ചെയ്യാം. ഇനി നോക്കാം, ക്രിയേറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഫോർ ദ സർവേ ഓൺ ദി ഈറ്റിംഗ് ഹാബിറ്റ് ഓഫ് ചിൽഡ്രൻസ് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ തയ്യാറാക്കാനുള്ള മാർഗമാണ് ഈ പറയുന്നത് കേട്ടോ. It involves asking questions that cover various aspects of their dietary pattern, preference, influence. Are the basic outline of you could use. അല്ലെ, നമ്മളൊരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ അതില് അവരുടെ ഫുഡ്, അവരുടെ ഇഷ്ടങ്ങളെ കുറിച്ചും ഇഷ്ടമല്ലാത്ത ഫുഡിനെ കുറിച്ചും അവരുടെ ഫുഡ് പ്രിഫറൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഫുഡ് ഹാബിറ്റ് ഉണ്ട്, ചില ആളുകൾക്ക് ഫാസ്റ്റ് ഫുഡ്, ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഫുഡ്, അവർ ചില ആളുകൾ ഇപ്പൊ വെജ് ആയി, ചില ആളുകൾ നോൺ വെജ്, ഇങ്ങനെയുള്ള ഹാബിറ്റ്സുകൾ, ഫുഡ് ഹാബിറ്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ചില ആളുകൾക്ക് ഡയറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ ഡയറ്ററി സിസ്റ്റം ഉണ്ടാവും അല്ലെ, അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ നമ്മളെ. ഇപ്പൊ ചില ആളുകളെ പല രീതിക്കുള്ള ഫുഡുകളും പല പരസ്യങ്ങളിലും കണ്ടിട്ട് അവർ കഴിക്കുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത്, നമ്മളെ ഫ്രണ്ട്സ് കഴിക്കുന്ന കണ്ടിട്ട്, ഇപ്പൊ നമ്മളെ സ്കൂളിലൊക്കെ ചില ഫ്രണ്ട്സ് നൂഡിൽസ് നമുക്ക് കഴിക്കാൻ തോന്നില്ലേ, ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ. അപ്പൊ അതേപോലെ ഇൻഫ്ലുവൻസ്, ചില പരസ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലുവൻസ് ആയിട്ട് അത് പോയി വാങ്ങി കഴിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാതും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ക്വസ്റ്റ്യനെയറിൽ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, യൂസ് ചെയ്യണം. ഇനി ഫസ്റ്റ് വൺ, ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ആദ്യം ചോദിക്കണം. ഒരാളെടുത്ത് പോകുമ്പോ ആദ്യം നമ്മളിപ്പോ നമ്മുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ കയറിയിട്ടുള്ളത്, അപ്പൊ അവിടുത്തെ ആളുടെ ഫസ്റ്റ് എന്തായിരിക്കും നമ്മൾ സ്വാഭാവികം എന്താണ്, ആദ്യം ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, ആളുടെ ഏജ്, ജെൻഡർ, അതേപോലെ തന്നെ നെയിമും ലൊക്കേഷൻ, അർബൻ റൂറൽ ഏരിയ, അതൊക്കെയാണ് ആദ്യം നമ്മൾ അതിൽ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തേണ്ടത്. ദെൻ ഡെയിലി ഈറ്റിംഗ് ഹാബിറ്റ്സ്, അവരുടെ ഡെയിലി ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ചോദിക്കണം. അതിൽ എന്തൊക്കെ വരും, ഹൗ മെനി മീൽസ് ഡു ഈറ്റ് ഇൻ എ ഡേ, എത്ര ദിവസം എത്ര തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കും ഒരു ദിവസം. ഡു ഈറ്റ് സ്നാക്സ് ബിറ്റ്വീൻ മീൽസ് അല്ലെ, നമ്മൾ മീൽസിന് മുമ്പായിട്ട് നിങ്ങൾ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ഇഫ് യെസ് വാട്ട് കൈൻഡ് അല്ലെ, ഉണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ്. ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ എ ഡേ അല്ലെ, നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരു ദിവസം നിങ്ങൾ എപ്പോഴൊക്കെ ഏതൊക്കെ ഇടവേളകളിലാണ് കഴിക്കാറുള്ളത്. ഫുഡ് പ്രിഫറൻസിനെ കുറിച്ച് ചോദിക്കാം. വാട്ട് ആർ യുവർ ഫേവറേറ്റ് ഫുഡ് ആൻഡ് സ്നാക്സ്, നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഫേവറേറ്റ് സ്നാക്സ് ഏതാണെന്ന് ചോദിക്കാം. ഡു യു ഹാവ് എനി ഫുഡ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഫുഡുകൾ ഉണ്ടോ, എന്തുകൊണ്ട് ചോദിക്കാം. ഫോർത്ത് വൺ, മീൽ ടൈം എൻവയോൺമെന്റ്, ഡു യു ഈറ്റ് മീൽസ് വിത്ത് യുവർ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം ഫാമിലിന്റെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണോ, പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോയി കഴിച്ചിട്ടാണോ, ക്ലാസ് റൂമിൽ കുട്ടികളുടെ കൂടെയാണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഫ്രണ്ട്സിന്റെ കൂടെയാണോ, അല്ലെങ്കിൽ അവിടുന്ന് പുറത്ത് പോയിട്ട് എന്നും കറക്റ്റ് ആയിട്ട് ഒരു പ്രത്യേക ഹോട്ടലിൽ പോയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ പുറത്ത് തട്ടുകൾ, ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ഉണ്ടല്ലോ, അത് എവിടെ നിന്നിട്ടാണെന്നുള്ളത്. ഓക്കെ, ഡു യു ഈറ്റ് മീൽസ് വിത്ത് യുവർ ഫാമിലി, ഹൗ ഓഫൺ, ഇടക്കിടക്കായിട്ടാണോ, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഫാമിലിന്റെ കൂടെ ഭക്ഷണം കഴിക്കാറുണ്ടോ. Where do you usually eat your meals? Example at home, school. എവിടെ വെച്ചിട്ടാണ് നിങ്ങൾ എന്നും ഫുഡ് കഴിക്കാറുള്ളത്, മീൽസ് വീട്ടിൽ വെച്ചിട്ടാണോ അതോ സ്കൂളിൽ വെച്ചിട്ടാണോ ചോദ്യം. ഇൻഫ്ലുവൻസേഴ്സ് ഓൺ ഈറ്റിംഗ് ഹാബിറ്റ്സ് അല്ലെ, ഈറ്റിംഗ് ഹാബിറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഹു ഡിസൈഡ് വാട്ട് യു ഈറ്റ്, നിങ്ങൾ എന്ത് കഴിക്കണം എന്ന് ആരാ തീരുമാനിക്കുന്നത്. ആർ ദർ ഫുഡ്സ് യു ഈറ്റ് ബിക്കോസ് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് ഈറ്റ് ഓൾ ദം, നിങ്ങളുടെ ഫ്രണ്ട്സ് കഴിക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ആ ഫുഡ് കഴിക്കുന്നത്, അതോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കഴിക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ആ ഫുഡ് കഴിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താണ്, ആ ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇൻഫ്ലുവൻസ് വരുന്നത്. ക്ലിയർ. അവയർനെസ് ആൻഡ് നോളജ് അല്ലെ, അറിവുകളും ഇതിനെ കുറിച്ച്. ഡു യു നോ വൈ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ കഴിക്കണം എന്ന് പറയുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമോ. വാട്ട് ഡു യു തിങ്ക് മേക്സ് എ മീൽസ് ഹെൽത്തി അല്ലെ, ഹെൽത്തി മീൽസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം.
ഇതാണ് 6th. Then 7th, eating out and fast food. പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് കേട്ടോ. How often do you eat out to have fast food? പുറത്തു പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കാറുണ്ടോ? ഏതൊക്കെ ഇടവേളകളിലാണ് ഇടക്കിടക്ക് പോയി കഴിക്കാറുണ്ടോന്ന്. Then what are your favorite place to eat out to get fast food? പുറത്തു പോയി കഴിക്കുമ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാണ് എന്നാണ് ചോദ്യം. ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെ, തിന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ മക്കളെ, അതൊന്ന് അധ്വാനിച്ച് കളയും വേണ്ടേ. How much time do you spend being physically active each day? നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ദിവസം നിങ്ങൾ എത്ര നേരം ചെലവഴിക്കും? Do you think your eating habits affect your energy levels or ability to play? നിങ്ങളുടെ കളിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ എനർജി ലെവലിനെയൊക്കെ നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് സ്വാധീനിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് അല്ലെ. ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ ഓവറോൾ ഹെൽത്ത്? നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം. അതർ എനി ഫുഡ് യു തിങ്ക് ആർ ഗുഡ് ഫോർ യു? എന്തെങ്കിലും ഫുഡ് നിങ്ങളുടെ ഈ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ട് വേണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? 10 സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്. ഇനി സജഷൻസ് ഫീഡ്ബാക്കും ആണ് ലാസ്റ്റ് പറയാ കേട്ടോ. എന്താണ്? ഇസ് ദർ എനിത്തിങ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് അബൌട്ട് യുവർ ഈറ്റിംഗ് ഹാബിറ്റ്സ്? നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ, നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സിൽ എന്തെങ്കിലും ഒക്കെ മാറ്റണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെ, ഇത് ചേഞ്ച് ചെയ്താൽ കൊള്ളാം, അങ്ങനെയുള്ള എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ലൈഫിൽ വരുത്തണം എന്ന് തോന്നുന്നുണ്ടോ? Do you have any suggestions for making healthy eating more fun and enjoyable? അല്ലെ, വളരെ ഫണ്ണായിട്ട് എൻജോയ് ആയിട്ട് എന്തെങ്കിലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സിൽ മാറ്റങ്ങൾ വരുത്തിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടോ, സജഷൻസ് തരാറുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. ക്ലിയർ? ഇത്രയും ചോദിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ആ പ്രൊജക്റ്റിനെ കുറിച്ച് കിട്ടും മക്കളെ. അപ്പോ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത്. അപ്പോ വളരെ ഒരു ഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല അല്ലെ. കുറച്ച് റിലേറ്റീവ് ക്ലോസുകളും ഹോമോഫോൺസും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അല്ലെ. അതുപോലെ റിപ്പോർട്ടർ സ്പീച്ചിലെ ചെറിയൊരു പാർട്ട്, പ്രിപ്പോസിഷന്റെ ചെറിയൊരു പാർട്ട്, ഫ്രേസൽ വെർബിന്റെ ചെറിയൊരു പാർട്ട് അല്ലെ. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടേ ഉള്ളൂ. ഒരുപാടൊന്നുമില്ല. ഗ്രാമർ പാർട്ടുകൾ ഉണ്ട്, പക്ഷെ എല്ലാം വളരെ ചെറിയ പാർട്ടായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.